അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 69ാമത്തെ ഒരു ഭാഗത്ത്. ഇപ്പോൾ നമ്മൾ ഉഹദിൻ്റെ ചരിത്രത്തിലേക്കാണ് ഈ ഒരു ഭാഗം മുതൽ നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പം അതിലേക്ക് നയിച്ച അതിൻ്റെ കാരണങ്ങളെല്ലാം കഴിഞ്ഞ ഭാഗത്തും നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത്രയും വലിയൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ ഖുറൈശികളെ പ്രേരിപ്പിച്ച ആ കാരണങ്ങൾ പ്രധാനമായിട്ട് അതിനെ 4ആയിട്ട് സംഗ്രഹിക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാരണം മതപരമായിട്ടുള്ള കാരണങ്ങളാണ്. മതപരമായിട്ടുള്ള കാരണം നമുക്കറിയാം, ആ അറേബ്യൻ ഉപദ്വീപിൽ ഇസ്ലാം എല്ലാ അർത്ഥത്തിലും കരുത്താർജിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ആ ബദറിന് ശേഷം. അപ്പോൾ ഇസ്ലാമിൻ്റെ ആ ഒരു വളർച്ച ഏതെങ്കിലും ഒരു വിധത്തിൽ അവർ തടയിടേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻഫാലിലെ 36ാമത്തെ വചനം, സൂറത്തുൽ അൻഫാൽ ബദറിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ സൂറത്താണ്. പക്ഷേ ആ സൂറത്തിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലദീന കഫറു യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദു അൻ സബീലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയാൻ വേണ്ടി അവർ ധാരാളമായിട്ട് ധനം സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആയത്തിലേക്ക് പിന്നീട് നമ്മൾ വരും. അപ്പോൾ അവർ ഈ രൂപത്തിൽ ധനമെല്ലാം ഒരുക്കു കൂട്ടാനുള്ള കാരണം ലിയസുദ്ദു അൻ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുക. അപ്പോൾ ഇസ്ലാമിൻ്റെ ആ ഒരു വളർച്ച എല്ലാ അർത്ഥത്തിലും തടയിടേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ കാരണം, മതപരമായിട്ടുള്ള കാരണം. രണ്ടാമത്തെ കാരണം സാമൂഹികമാണ്, സോഷ്യൽ കൺസേൺ, അതായത് സാമൂഹികമായിട്ടുള്ള കാരണങ്ങളാണ്. അത് നമുക്കറിയാം, ഖുറൈശികൾ അറേബ്യയിൽ ഏറ്റവും പേര് കേട്ട ഗോത്രക്കാരാണ്. മക്കയുടെ പ്രാധാന്യം പറഞ്ഞു തരേണ്ടതില്ല. അപ്പോൾ ഈ ഒരു ബദറിൽ അവർക്കേറ്റ ആ ദയനീയ പരാജയം, അതേപോലെ തന്നെ അവരുടെ തലമുതിർന്ന പ്രധാനപ്പെട്ട നിരവധി നേതാക്കളെയും ബദറിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ആ നഷ്ടപ്പെട്ട ആ പേരും പ്രതാപവും എല്ലാം അവർക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം അതിനു വേണ്ടിയായിരുന്നു. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം സാമ്പത്തികം, എക്കണോമിക് റീസൺ. അത് പ്രധാനപ്പെട്ട കാരണമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു, ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്നുള്ളത് ആ വർഷത്തിലുള്ള 2 കച്ചവട യാത്രകളാണ്, റിഹ്ലത്ത് ശിതാഇ വസ്വൈഫ്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു യാത്ര പോകുന്നത്, അതായത് സിറിയയിലേക്കുള്ള ആ കച്ചവട യാത്ര, അത് കടന്നു പോകുന്നത് മദീന വഴിയാണ്. അപ്പം ആ ഒരു കച്ചവട യാത്ര എല്ലാ അർത്ഥത്തിലും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു, അവർ നേരിട്ട് പോകുന്നതിന് പകരം മറ്റൊരു വളഞ്ഞ വഴിയെല്ലാം സ്വീകരിച്ച് ഇറാഖ് വഴിയെല്ലാം അവർ ശ്രമിച്ചു നോക്കിയെങ്കിലും ആ സന്ദർഭത്തിലും സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ സരിയത്തുൽ ഖറദ കഴിഞ്ഞ ഭാഗത്തിൻ്റെ അവസാനം നമ്മൾ സൂചിപ്പിച്ചു. അപ്പം അത് യഥാർത്ഥത്തിൽ ഇനി സിറിയയിലേക്കുള്ള അവരുടെ കച്ചവട യാത്ര എല്ലാ അർത്ഥത്തിലും വടിമുട്ടി നിൽക്കുകയാണ്. അത് സാമ്പത്തികമായിട്ട് അവരെ വലിയൊരു തകർച്ചയിലേക്ക് അവരെ നയിക്കും എന്നുള്ളതാണ്. അപ്പം അതും ആ യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണമാണ്. നാലാമത്തെ കാരണം പൊളിറ്റിക്കൽ, രാഷ്ട്രീയ കാരണങ്ങളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. അതായത് ഇസ്ലാം എല്ലാ അർത്ഥത്തിലും ശക്തി പ്രാപിച്ചു വരാണ്. അടുത്തുള്ള നിരവധി ഗോത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സഖ്യമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഖുറൈശികൾ ആ കച്ചവട യാത്രക്ക് മുമ്പായിട്ട് അവർ ചേർന്ന ആ മീറ്റിങ്ങിൽ സഫ്വാൻ ഇബ്നു ഉമയ്യ പറയുന്നുണ്ട്, അതായത് ആ കടൽ തീരത്തുള്ള അവിടെയുള്ള ആ ഗോത്രങ്ങളെല്ലാം അലാ ദീനിഹി, അവരെല്ലാം ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ ദീനിലാണ്. അപ്പോൾ ശക്തമായിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി ഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എല്ലാ അർത്ഥത്തിലും ആ കരുത്താർജിക്കുന്ന അതും അവർക്ക് തടയിടേണ്ടതുണ്ട്. അപ്പം ഈ ഒരു 4 കാരണമാണ് അവരെ യുദ്ധത്തിലേക്ക് നയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത്. ഇപ്പം ഏത് രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് മക്കയിൽ ഖുറൈശികൾ ഉഹദിന് വേണ്ടി ഏത് രൂപത്തിലാണ് അവർ തയ്യാറെടുത്തത്? നമ്മൾ ക്യാമറ മക്കയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഉഹദിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവർ സൈന്യമായിട്ട് ഇറങ്ങി പുറപ്പെടുകയല്ല ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഒരു കാരണം അതിലേക്ക് നയിച്ചിരുന്നു. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു, ഹിജ്റ വർഷം 3 അവരുടെ ആ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവട കാരവൻ അപ്രതീക്ഷിതമായിട്ട് മുസ്ലിങ്ങൾ കീഴടക്കി. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സരിയത്തുൽ ഖറദ അത് കാരണമായിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഒരു അതായത് ഈ രൂപത്തിൽ മുസ്ലിങ്ങൾക്ക് തിരിച്ചടി നൽകാനുള്ള ഒരു സൈന്യത്തിൻ്റെ ഒരുക്കങ്ങൾ അവർ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. എത്രത്തോളം നേരത്തെ എന്ന് വെച്ചാൽ ബദർ കഴിഞ്ഞ ഉടനെ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻ അവർ ആരംഭിച്ചിരുന്നു. സീറത്ത് ഇബ്നു ഹിശാമിൽ വായിക്കാൻ സാധിക്കും. അതായത് ബദർ കഴിഞ്ഞ് അവർ തിരിച്ചെത്തിയ ഉടനെ തന്നെ, ബദറിൽ നമുക്കറിയാം ഹിജ്റ വർഷം 2 ആ കച്ചവട കാരവൻ അബൂ സുഫിയാൻ മുസ്ലിങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ചെങ്കടൽ തീരം വഴി സുരക്ഷിതമായിട്ട് കച്ചവട കാരവൻ മക്കയിൽ എത്തിച്ചിരുന്നു.
പക്ഷേ യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടെങ്കിലും ആ കാരവൻ അവിടെ എത്തിയിരുന്നു. അപ്പോൾ ആ കാരവനിൽ ആ വർഷം ഹിജറ വർഷം 2 വലിയ ലാഭമാണ് അവർക്ക് ഉണ്ടായത്. എത്രത്തോളം എന്ന് വെച്ചാൽ സീറ ഗ്രന്ഥങ്ങളിൽ 50,000 സ്വർണ്ണ നാണയങ്ങളാണ് അവർക്ക് ആ കാരവൻ അത്രയും വലിയ ലാഭമായിട്ടാണ് തിരിച്ചെത്തിയത്. 50,000 സ്വർണ്ണ നാണയങ്ങൾ ചിന്തിച്ചു നോക്കുക. അത് ഒരാളുടെ സ്വത്തല്ല, മക്കയിലുണ്ടായിരുന്ന മുഴുവൻ ഫാമിലിയും ആ കാരവനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആളുകൾക്കും അവരുടെ നിക്ഷേപങ്ങൾക്ക് അനുപാതമായിട്ട് ആ ലാഭമെല്ലാം അബൂ സുഫിയാൻ ഓരോ കുടുംബക്കാർക്കും വീതിച്ച് നൽകി. അപ്പോൾ ഓരോ ആളുകൾക്കും എത്രയാണ് നൽകിയതെന്നെല്ലാം അബൂ സുഫിയാന് കൃത്യമായിട്ട് അറിയാം. കാരണം അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലാണ് കാരവൻ പോയത്. അങ്ങനെ ആ ലാഭവിഹിതമെല്ലാം നൽകിയതിന് ശേഷമാണ് അവിശ്വസനീയമായിട്ടുള്ള ബദറിലുള്ള പരാജയ വാർത്ത മക്കയിലേക്ക് എത്തുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഈ രൂപത്തിൽ ശക്തമായിട്ടുള്ളൊരു തിരിച്ചടിക്ക് അബൂ സുഫിയാൻ ആ പദ്ധതി ഒരുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സന്ദർഭം മുതൽ തന്നെ. അപ്പം അതിനുവേണ്ടി ആ സന്ദർഭത്തിൽ തന്നെ ബദർ കഴിഞ്ഞ ഉടനെ തന്നെ അവർ ആ സൈന്യത്തെ സജ്ജമാക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അബൂ സുഫിയാൻ മാത്രമായിരുന്നില്ല, അബൂ സുഫിയാൻ്റെ കൂടെ പ്രധാനപ്പെട്ട 2 ആളുകൾ ഇക്രിമ ഇബിൻ അബീ ജഹൽ, അതേപോലെ തന്നെ സഫ്വാൻ ഇബിൻ ഉമയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ എല്ലാം പ്രധാനപ്പെട്ട തലമുതിർന്ന നേതാക്കളെല്ലാം ബദറിൽ അവരുടെ കഥ കഴിഞ്ഞു. ഇനി അവരുടെ മക്കളാണ് അടുത്ത ജനറേഷനായിട്ട് ഉയർന്നു വരുന്നത്. ഇക്രിമ ഇബിൻ അബീ ജഹൽ, അബൂജഹലിൻ്റെ മകൻ ഇക്രിമ, അതേപോലെ തന്നെ ഉമയ്യ ബിൻ ഖലഫിൻ്റെ മകൻ സഫ്വാൻ ബിൻ ഉമയ്യ. ഈ 3 ആളുകളാണ്, അതാണ് പുതിയ ലീഡർമാർ. അപ്പം അവർ ആ സൈന്യത്തെ ഒരുക്കുകൂട്ടാൻ വേണ്ടി നേരത്തെ ആ ലാഭം വീതിച്ച് നൽകിയ ഓരോ വീട്ടിലും പോയി അബൂ സുഫിയാൻ പോവാണ്. ഓരോ ആളുകൾക്ക് എത്രയാണ് കൊടുത്തതെന്ന് കൃത്യമായിട്ട് അബൂ സുഫിയാൻ അറിയാം. അങ്ങനെ ഓരോ വീട്ടിലും പോയി അബൂ സുഫിയാൻ പറഞ്ഞു, നമ്മളെ ഖുറൈശികളെ മുഹമ്മദും അനുയായികളും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ബദറിൽ അവരെന്താണ് ചെയ്തതെന്ന് നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. നമ്മുടെ പ്രമുഖരായിട്ടുള്ള പല ആളുകളെയും അവർ വധിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അതിന് പകരം ചോദിക്കേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾ ആ സമ്പത്ത് നൽകി ഞങ്ങളെ സഹായിക്കേണ്ടതുണ്ട്. അതായത് അവർക്ക് മുസ്ലിങ്ങൾക്ക് തിരിച്ചടി നൽകാൻ വേണ്ടി ഞാൻ നേരത്തെ നൽകിയ സമ്പത്ത് തിരിച്ചു നൽകേണ്ടതുണ്ടെന്ന് അബൂ സുഫിയാൻ പറഞ്ഞു. അങ്ങനെ അവർ ആ ലാഭവിഹിതമായിട്ട് ലഭിച്ച സമ്പത്തെല്ലാം അബൂ സുഫിയാൻ എന്നെ തിരിച്ചു നൽകുകയാണ് ആ സൈന്യത്തെ ഒരുക്കു കൂട്ടാൻ വേണ്ടി. ഈ ഒരു സ്വരൂപണം, അതായത് ഈ രൂപത്തിൽ അവർ മുസ്ലിങ്ങൾക്ക് തിരിച്ചടി നൽകാൻ വേണ്ടി സമ്പത്ത് സ്വരൂപിക്കുന്നതിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആയത്ത് സൂറത്തുൽ അൻഫാലിൻ്റെ 36-ാമത്തെ വചനത്തിൽ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ഇന്നല്ലദീന കഫറു യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദു അൻ സബീലില്ലാഹ് ഫസയുൻഫിഖൂനഹാ സുമ്മ തകൂനു അലൈഹിം ഹസ്റതൻ സുമ്മ യുഗ്ലബൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ ധനം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ആ ചെലവഴിക്കുന്നതെല്ലാം അവർക്ക് ഖേദത്തിന് കാരണമാകും. സുമ്മ യുഗ്ലബൂൻ, അവസാനം അവർ കീഴടക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് മനോഹരമാണ്. ചിന്തിച്ചു നോക്കുക, ഈ സൂറത്തുൽ അൻഫാലാണ് ഈ ഒരു ആയത്ത് കടന്നു വരുന്നത്. സൂറത്തുൽ അൻഫാൽ ബദർ കഴിഞ്ഞ ഉടനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അപ്പോൾ ബദർ കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികൾ ആ ഒരു സന്ദർഭത്തിൽ തന്നെ അവർ ഉഹദിലേക്ക് നടത്തുന്ന മുന്നൊരുക്കങ്ങളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അതായത് മറ്റൊരർത്ഥത്തിൽ വരാനിരിക്കുന്ന ഉഹദിനെ സംബന്ധിച്ചുള്ള ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവചനമാണ് ഈ ഒരു ആയത്ത്. അത് മാത്രമല്ല, ഉഹദ് മാത്രമല്ല, ഇനി അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആ മക്ക വിജയമടക്കം അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം സുമ്മ യുഗ്ലബൂൻ, അവസാനം അവർ കീഴടക്കപ്പെടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. ഈ ഒരു ആയത്ത് ആ ഒരു സന്ദർഭത്തിൽ ബദർ കഴിഞ്ഞ ഉടനെ ഒരുപക്ഷെ അവർക്ക് ആ ആയത്ത് അത് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷേ ഉഹദ് കഴിയുന്ന സന്ദർഭത്തിലാണ് ആ ഒരു ആയത്തിൻ്റെ വ്യാപ്തി കൂടുതൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഏതുപോലെയെന്ന് വെച്ചാൽ ഇപ്പോൾ സമാനമായിട്ട് ബദറിൻ്റെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിലും ബദറുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നൽകിയിരുന്നു. അത് ബദർ കഴിഞ്ഞ സന്ദർഭത്തിലാണ് അവർക്കത് മനസ്സിലായത്. ഇപ്പോൾ ബദറിൻ്റെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഉദ്ധരണി, റസൂലുള്ളാഹി ആ ബദറിൻ്റെ ആ ദിനത്തിൽ അന്നത്തെ പ്രഭാതത്തിൽ സയഹ്സമുൽ ജംഉ വയവല്ലൂന ദുബുർ, സൂറത്തുൽ ഖമറിൻ്റെ 45-ാമത്തെ വചനം റസൂലുള്ളാഹി ആ സന്ദർഭത്തിൽ പാരായണം ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ ആയത്ത് കൃത്യമായിട്ട് മനസ്സിലായത്. ആയത്ത് യഥാർത്ഥത്തിൽ മക്കി കാലഘട്ടത്ത് നൽകിയതായിരുന്നു. പക്ഷേ ബദറിൻ്റെ ദിനം റസൂലുള്ളാഹി പാരായണം ചെയ്ത സന്ദർഭത്തിൽ എനിക്കത് മനസ്സിലായി. സമാനമായിട്ട് സൂറത്ത് റൂമിൻ്റെ ആരംഭ ഭാഗത്തുള്ള ആയത്തുകളെല്ലാം നമ്മൾ വിശദീകരിച്ചിരുന്നു. ഇപ്പം ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ നേരത്തെ തന്നെ അതിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് അഡ്വാൻസ് ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. സൂറത്തുൽ അൻഫാലിൻ്റെ 36-ാമത്തെ വചനം, പ്രത്യേകമായിട്ട് ആ വചനം ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പം ഈ രൂപത്തിൽ ഖുറൈശികൾ അതിനു വേണ്ട സമ്പത്തെല്ലാം ഒരുക്കുകൂട്ടി കഴിയുന്നത്ര സൈന്യം, എല്ലാ അർത്ഥത്തിലും സൈന്യത്തെ അവർ ശക്തി കൂട്ടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി സമ്പത്തിനോടൊപ്പം തന്നെ അവർ അവിടെയുള്ള ഇതര ഗോത്രങ്ങളോടും അവർ സഹായം തേടുകയാണ്. പ്രധാനമായിട്ട്
അറേബ്യയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 ഗോത്രങ്ങൾ കിനാന അതേപോലെ തന്നെ തിഹാമ, ഈ 2 വലിയ ഗോത്രങ്ങളോടും ഖുറൈശികൾ സഹായം അഭ്യർത്ഥിക്കുകയാണ്. കാരണം അവരും സഹായിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. കാരണം ഖുറൈശികളുടെ ആ കച്ചവട യാത്ര നിലനിൽക്കേണ്ടത് അവരുടെ കൂടെ ആവശ്യമായിരുന്നു. അപ്പോൾ അവർ ആ സൈന്യത്തിലേക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻ, അവർ നിരവധി മെൻപവർ, അവർ നിരവധി സൈന്യത്തെ അവർ നൽകി, ആയുധങ്ങളും അതേപോലെ തന്നെ വാഹനങ്ങളെല്ലാം നൽകി. ഈ 2 ഗോത്രക്കാരും ഖുറൈശികളെ അവരെ സഹായിക്കുകയാണ്. അവസാനം മൊത്തത്തിൽ 3000-ഓളം വരുന്നൊരു വലിയ സൈന്യത്തെ മുസ്ലിങ്ങൾക്ക് തിരിച്ചടി നൽകാൻ വേണ്ടി ഖുറൈശികളെ സജ്ജമാക്കുകയാണ്. അപ്പം അവിടെ എടുത്തു പറയേണ്ട 2 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് മക്കയുടെ ഇതുവരെയുള്ള ചരിത്രം, ഖുറൈശികളുടെ ഇന്നോളമുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു സൈന്യത്തെ അവർ ഒരുക്കുകൂട്ടുന്നത്. നമുക്കറിയാം ബദറിൽ കേവലം 1000 മാത്രമായിരുന്നു. അതിൻ്റെ 3 ഇരട്ടി വരുന്ന ആ 3000-ഓളം വരുന്ന ആ ഒരു സൈന്യം ആദ്യമായിട്ട് അത്രയും വലിയൊരു സൈന്യത്തെ അവർ ഒരുക്കുകൂട്ടാണ്. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം ഇത്രയും കാലം ഈ ഒരു പ്രശ്നം അത് മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളും മുസ്ലിങ്ങളും തമ്മിലായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് ആ ഖുറൈശികളോടൊപ്പം ഇതര ഗോത്രങ്ങളും ചേരുന്ന ആ ശത്രു വലയത്തിലേക്ക് ഇതര ഗോത്രങ്ങളും ജോയിൻ ചെയ്യുന്നത് നമ്മളിവിടെ കാണാൻ. കിനാനയും തിഹാമോയും ഇതര പ്രധാനപ്പെട്ട 2 ഗോത്രങ്ങളും ആ ഖുറൈശികളോടൊപ്പം ചേരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമും കുഫറുമായിട്ടുള്ള ആ സംഘട്ടനത്തിലേക്ക് കാര്യങ്ങൾ പരിണമിക്കുന്ന ആ ഒരു ചിത്രവും അവിടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ സൈന്യത്തിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് വരും. അതിനു മുമ്പ് അവർ ആ സൈന്യത്തെ ഒരുക്കിയ സന്ദർഭത്തിൽ ആ സൈന്യത്തിൽ ചേർന്ന പ്രധാനപ്പെട്ട ചില എടുത്തു പറയേണ്ടതായിട്ടുള്ള ചില ആളുകൾ, അതേപോലെ തന്നെ ചേരാൻ വിസമ്മതിച്ച ചില ആളുകൾ പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. ആ സൈന്യത്തിൽ ചേരാൻ വിസമ്മതിച്ച പ്രധാനപ്പെട്ട ഒരു വ്യക്തി സീറത്ത് ഇബ്നു ഹിശാമിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മക്കയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കവി അബൂ ഉസ്സ അൽ ജുമഹി എന്നറിയപ്പെടുന്ന അവരുടെ ഒരു കവി, അയാൾ ആ സൈന്യത്തിൽ ചേരാൻ വിസമ്മതിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബദറിൻ്റെ ചരിത്രം കൃത്യമായിട്ട് ഓർക്കുന്ന ആളുകൾ ഓർമ്മിക്കുന്നുണ്ടാവും. ബദറിൽ യുദ്ധത്തടുവാരുടെ കൂട്ടത്തിൽ ഈ വ്യക്തി ഉണ്ടായിരുന്നു. ഓരോ ആളുകൾക്കും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മോചനദ്രവ്യം കണക്കാക്കിയ സന്ദർഭത്തിൽ ഇയാൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നൊരു എക്സ്ക്യൂസ് പറയുന്നുണ്ട്. പ്രവാചകരെ, ഞാൻ അങ്ങേയറ്റം ദരിദ്രനാണ്, എനിക്ക് ഒരുപാട് പെൺകുട്ടികളുണ്ട്, എൻ്റെ കയ്യിൽ പണമില്ല എന്നെല്ലാം പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം കാരണം റസൂലുള്ളാഹി അയാളെ തിരിച്ചയക്കുന്നു. റസൂലുള്ളാഹി അയാളോട് പറഞ്ഞു, ഇനി മേലിൽ ഞങ്ങളുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യില്ല എന്നുള്ള വാക്ക് നൽകുകയാണെങ്കിൽ നിങ്ങളെ ഫ്രീ ആയിട്ട് മോചിപ്പിക്കാം. അപ്പോൾ ആ ഒരു വാക്കെല്ലാം നൽകി അയാളെ ഫ്രീ ആയിട്ട് ബദറിൽ ഒന്നും വാങ്ങാതെ അയാളെ വിട്ടയച്ചതായിരുന്നു. അപ്പോൾ ഈ വ്യക്തിയെ ആ ഉഹുദിൻ്റെ സൈന്യത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അബൂ സുഫിയാൻ ക്ഷണിക്കുകയാണ്. പക്ഷേ അയാൾ വിസമ്മതിച്ച്. അയാൾ പറഞ്ഞു, ഞാൻ ഓൾറെഡി മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് നൽകിയിട്ടുണ്ട്, അപ്പോൾ ആ വാക്ക് തെറ്റിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അയാൾ പിന്തിരിഞ്ഞ് നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ പലതും പറഞ്ഞ് അയാളെ പ്രലോഭിപ്പിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. കാരണം കവിത എന്നുള്ളത് ഞാൻ പലതവണയായിട്ട് പറയുന്നു, കവിത അക്കാലത്തെ ഏറ്റവും വലിയ മീഡിയയാണ്. അപ്പോൾ അവർ രചിക്കുന്ന കവിതകൾ തീർച്ചയായിട്ടും യുദ്ധക്കളത്തിലും അതേപോലെ തന്നെ ആ സൈന്യത്തിന് ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാക്കുകൾ കൊണ്ട്, നിങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. ആ വാക്കെല്ലാം, അതായത് മുഹമ്മദിന് നൽകിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് നിങ്ങൾ മറന്നേക്ക്. കാരണം തീർച്ചയായിട്ടും നമ്മൾ യുദ്ധത്തിൽ വിജയിക്കും. അങ്ങനെ യുദ്ധത്തിൽ വിജയിക്കുകയാണെങ്കിൽ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്, നമ്മൾ തിരിച്ചു വന്നാൽ മക്കയിലെ ഏറ്റവും വലിയ ധനികനാക്കി ഞാൻ നിങ്ങളെ മാറ്റും. അതായത് നിങ്ങൾക്ക് വേണ്ടത്ര പണം ഞാൻ നൽകും. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അബൂ സുഫിയാൻ പറയാണ്, യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ഞാൻ നിങ്ങളെ ധനികനാക്കും. അതുമാത്രമല്ല, ഇനി ഇൻ കേസ് യുദ്ധത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ പെൺകുട്ടികളുടെ മക്കളുടെ കാര്യം വിട്ടേക്ക്, ഞാൻ എൻ്റെ മക്കളെ പോലെ ഞാൻ അവരെ നോക്കും. ഞാൻ അവർക്ക് ഭക്ഷണം, അവർക്ക് വേണ്ട എല്ലാ ചിലവും, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ട മുഴുവൻ ചിലവും ഞാൻ നൽകാം. അപ്പോൾ ഈ രൂപത്തിലുള്ള വാഗ്ദാനങ്ങളെല്ലാം നൽകി അയാളെ പ്രലോഭിപ്പിച്ച് അവസാനം ഈ അബൂ ഉസ്സ അൽ ജുമഹി എന്നറിയപ്പെടുന്ന ആ കവി, അയാൾ റസൂലുള്ളാഹിക്ക് നൽകിയ വാക്കെല്ലാം മറന്ന് അയാൾ അബൂ സുഫിയാനോടൊപ്പം ആ സൈന്യത്തിൽ ചേരാൻ. രസകരമായിട്ടുള്ള കാര്യം, മുന്നോട്ടുള്ള ചരിത്രത്തിൽ അയാൾ വീണ്ടും ഉഹുദിലും മുസ്ലിങ്ങൾ യുദ്ധത്തടുവാരനായിട്ട് പിടിച്ച് അയാൾ വധിച്ചു. കാരണം അയാൾ ഏറ്റവും നൽകിയ വാക്ക് അയാൾ തെറ്റിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് ആ സൈന്യത്തിൽ ചേരാൻ വിസമ്മതിച്ച വ്യക്തി. രണ്ടാമതായിട്ട് മക്കയിൽ ആ സൈന്യത്തോടൊപ്പം ചേർന്ന് എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു വ്യക്തി ജുബൈർ ഇബ്നു മുത്ഇമിൻ്റെ ഒരു അടിമ, അബ്സീനിയൻ അടിമയായിരുന്ന വഹ്ഷി ഇബ്നു ഹർബാൻ. പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ നോട്ട് ചെയ്യേണ്ടതുണ്ട്. വഹ്ഷിയെ യഥാർത്ഥത്തിൽ ജുബൈർ തൻ്റെ അടിമയായ വഹ്ഷിയെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ട് ആ സൈന്യത്തോടൊപ്പം പറഞ്ഞയക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജുബൈർ ഇബ്നു മുത്ഇം, നേരത്തെ നമ്മൾ ബദറിൻ്റെ ചരിത്രത്തിലും പറഞ്ഞിരുന്നു, അയാൾ പ്രസിദ്ധനായിട്ടുള്ള മുത്തീബിൻ അദീൻ്റെ മകനാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ച്, ജുബൈർ ഇബ്നു മുത്ഇമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പിതൃവൻ, അതായത് പിതാവിൻ്റെ സഹോദരൻ തുഐമ ഇബ്നു അദിയിനെ
ബദറിൻ്റെ രണാങ്കണത്തിൽ വെച്ച് ഹംസ റളിയല്ലാഹു അൻഹു വധിച്ചിരുന്നു. ആ ഒരു പക കാരണം അയാൾ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ പിതൃവിനെ എങ്ങനെയാണോ ബദറിൽ നഷ്ടമായത് അതേപോലെ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പിതൃവിൻ്റെ തല എനിക്ക് ആവശ്യമുണ്ട്. അതായത് നീ പോയി ഉഹുദിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വകഭരിച്ച, അതായിരുന്നു വഹ്ഷിക്ക്, തൻ്റെ അടിമയായ വഹ്ഷിക്ക് ജുബൈർ ഇബ്നു മുത്ഇം നൽകിയ കൊട്ടേഷൻ. എന്നിട്ട് ഒരു ഓഫർ നൽകി, അതായത് നീ ഉഹുദിൽ പോയി ഹംസയെ നീ വധിക്കുകയാണെങ്കിൽ റളിയല്ലാഹു അൻഹു അതിന് പകരമായിട്ട് ഞാൻ നിനക്ക് മോചനം നൽകും, നിന്നെ ഞാൻ സ്വതന്ത്രനാക്കും. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ഒരടിമക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് മോചനം, ഫ്രീ ആവുക എന്നുള്ളത്. ആ ഒരു വലിയ ഓഫറും ജുബൈർ ഇബ്നു മുത്ഇം വഹ്ഷിക്ക് നൽകുകയാണ്. ഇപ്പോൾ വഹ്ഷിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേവലം ഒരു എത്യോപ്യൻ അടിമ എന്നതിലുപരി അദ്ദേഹം കുന്തമെറിയുന്നതിൽ വളരെ അഗ്രഗണ്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് എത്ര ദൂരെ നിന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് കുന്തമെറിഞ്ഞു കൊള്ളിക്കാനുള്ള അതിൽ വളരെയധികം നൈപുണ്യം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ വഹ്ഷി ഇബ്നു ഹർബ്. അദ്ദേഹം മാത്രമല്ല, പൊതുവെ അബിസീനിയൻ അടിമകൾ ആ ഒരു വിഷയത്തിൽ വളരെ എക്സ്പേർട്ടായിരുന്നു. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ളൊരു ഹദീസിൽ പെരുന്നാൾ ദിനത്തിൽ, ഈദിൻ്റെ ദിനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ അബിസീനിയൻ അടിമകൾ അവർ കുന്തവുമായിട്ട് വന്ന് അവരുടെ ഒരു പ്രകടനം, അക്രോബാറ്റിക് പ്രകടനം അവർ കാഴ്ചവെച്ചതും അത് റസൂലുള്ളാഹിൻ്റെ കൂടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിൻ്റെ തോളിൽ ആ തല വെച്ചുകൊണ്ട് ആ മടുക്കുവോളം അവരുടെ ആ പ്രകടനം കണ്ടതെല്ലാം സ്വഹീഹായിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പം അക്കാലഘട്ടത്ത് അവർ റമ്യുൽ ഹബിഷ് അക്കാലഘട്ടത്ത് പ്രസിദ്ധമായിരുന്നു. അപ്പം അതിൽ വളരെയധികം നിപുണനായിട്ടുള്ള വ്യക്തിയാണ് ഈ വഹ്ഷി ഇബ്നു ഹർബ്. അതുകൊണ്ട് തന്നെ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ജുബൈർ ഇബ്നു മുത്ഇം ആ സൈന്യത്തോടൊപ്പം അടിമയെ പറഞ്ഞയക്കുന്നത്. ഇപ്പം ജുബൈർ ഇബ്നു മുത്ഇമിനോടൊപ്പം തന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉന്നം വെച്ച മറ്റൊരാൾ കൂടെ മക്കയിലുണ്ടായിരുന്നു. അത് അവരുടെ സൈനിക നായകൻ അബൂ സുഫിയാൻ്റെ ഭാര്യയായിരുന്ന ഹിന്ദാണ്. ഹിന്ദിനും അതേ രൂപത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ തല അത്രയേറെ അവർ കൊതിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിന്ദിൻ്റെ മുഴുവൻ പേര് കേട്ടാൽ മനസ്സിലാകും, ഹിന്ദ് ബിൻത് ഉത്ബയാണ്. ഉത്ബയുടെ മകളായിരുന്നു അബൂ സുഫിയാൻ്റെ ഭാര്യയായിരുന്ന ഹിന്ദ്. ഉത്ബക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ ബദറിൻ്റെ രണാങ്കണത്തിൽ, ബദർ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ നടന്ന ആ മുബാറസ ദ്വന്ദ്വ യുദ്ധത്തിൽ വെച്ച് ഹംസ റളിയല്ലാഹു അൻഹു ആണ് ഉത്ബയെ വധിച്ചത്. ഹംസ റളിയല്ലാഹു അൻഹു ഉത്ബയെ വധിച്ചു. അതോടൊപ്പം തന്നെ ആ മുബാറസയിൽ തന്നെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷൈബയെയും വധിക്കുന്നുണ്ട്. ഇപ്പം ഹിന്ദിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിതാവും അതേപോലെ തന്നെ പിതൃവനും മകനും എല്ലാം ബദറിൽ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പക ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ഹിന്ദിനും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദും ആ വഹ്ഷിയെ വിളിച്ചുകൊണ്ട് ഹിന്ദും പറഞ്ഞു, നിങ്ങൾ യജമാനൻ ഏൽപ്പിച്ച ആ ദൗത്യം, അതായത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ യുദ്ധത്തിൽ നിങ്ങൾ വധിക്കുകയാണെങ്കിൽ ഞാനും നിങ്ങൾക്ക് നിരവധി സമ്മാനങ്ങളും മോഹന വാഗ്ദാനങ്ങളെല്ലാം വഹ്ഷിക്ക് നൽകുകയാണ്. ഒരർത്ഥത്തിൽ നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ അരങ്ങേറാനിരിക്കുന്ന യുദ്ധത്തിൽ ഉഹുദിൽ ശത്രുക്കളുടെ പ്രധാനപ്പെട്ട 2 ടാർഗറ്റുകൾ, ഒന്ന് തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമതായിട്ട് ശത്രുക്കൾ ഉന്നം വെക്കുന്നവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. കാരണം ആ രൂപത്തിൽ ധീരമായിട്ടുള്ള പോരാട്ടമായിരുന്നു അദ്ദേഹം ബദറിൻ്റെ രണാങ്കണത്തിൽ കാഴ്ചവെച്ചത്. ഖുറൈശികളുടെ പ്രധാനപ്പെട്ട നിരവധി നേതാക്കളെ അദ്ദേഹം ആ ബദറിൽ വെച്ച് കീഴടക്കുന്നുണ്ട്. അത്രയും ധീരനായിട്ടുള്ള യോദ്ധാവാണ്. അതുകൊണ്ടാണ് അസദുല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സിംഹം എന്നുള്ള അപരനാമെല്ലാം അദ്ദേഹത്തിന് ലഭിക്കാനുള്ള കാരണം. മറ്റൊരു സൈഡ് പോയിന്റ്, ഹംസ എന്നുള്ള പദത്തിന് അർത്ഥവും അസദ് സിംഹം എന്ന് തന്നെയാണ്. റസൂലുള്ളാഹിൻ്റെ 4 പിതൃവന്മാർ, അതിൽ 2 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, 2 ആളുകൾ നിഷേധികളായിട്ട് അവർ ഓൾറെഡി മരണപ്പെട്ടു. അബൂലഹബും അബൂ ത്വാലിബും. ഈ 2 ആളുകൾ 2 ധ്രുവത്തിൽ നിൽക്കുന്ന ആളുകളാണ്. അബൂലഹബ് കിട്ടുന്ന അവസരത്തിലെല്ലാം റസൂലുള്ളാഹിനെ ദ്രോഹിച്ചു. അബൂ ത്വാലിബാകട്ടെ കഴിയുന്ന രൂപത്തിലെല്ലാം സപ്പോർട്ട് ചെയ്ത് 2 ആളുകൾ മരണപ്പെട്ടു. ഇനി ഇസ്ലാം സ്വീകരിച്ച 2 പിതൃവന്മാർ, ഒന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും അതേപോലെ തന്നെ ഹംസ റളിയല്ലാഹു. 2 പദത്തിന് 2 ആളുകളുടെയും പേരിനർത്ഥം സിംഹം എന്ന് തന്നെയാണ്. അപ്പോൾ ഭാഷയിൽ സിംഹത്തെ കുറിക്കുന്ന നിരവധി പര്യായ പദങ്ങൾ, ഹംസ അതേപോലെ തന്നെ അബ്ബാസ്, ഉസാമ, ഇതെല്ലാം സിംഹത്തെ കുറിക്കുന്ന പദങ്ങളാണ്. ഇപ്പം എല്ലാം സിംഹമാണെങ്കിലും സിംഹത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെയാണ് ആ പദങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഹംസ എന്നുള്ള പദം അസദുൻ ബഹുവ യുസംജിർ, അതായത് ആ ഇരയെ കീഴടക്കുന്ന സിംഹത്തിൻ്റെ ഭാവത്തെയാണ് ഹംസ എന്നുള്ള പദം കാണിക്കുന്നത്. അതേ സന്ദർഭത്തിൽ അബ്ബാസ് എന്നുള്ളത് ആ സിംഹത്തിൻ്റെ ആ ഗർജനം, ആ ഇരയെ കാണുന്ന സന്ദർഭത്തിലുള്ള ഗർജനത്തെ കുറിക്കുന്ന പദമാണ്. ഞാനിതെല്ലാം പറയാനുള്ള കാരണം ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലുള്ള പ്രകടനങ്ങൾ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വ്യക്തിത്വങ്ങൾ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പ്രധാനമായിട്ട് അവർ ടാർഗറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരുക്കങ്ങളോടുകൂടെ
ആ ഖുറൈശി സൈന്യം പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങാണ്. 3000-ഓളം വരുന്ന ആ സൈന്യത്തെ അവിടെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. ആ സഖ്യകക്ഷികളടക്കം 3000-ഓളം വരുന്ന മൊത്തത്തിലുള്ള സൈന്യം നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അതിൽ 200-ഓളം അശ്വഭടന്മാർ, കുതിരപ്പടയാളികൾ ഉണ്ടായിരുന്നു. ബദറായിട്ട് കമ്പയർ ചെയ്യുന്ന സന്ദർഭത്തിൽ ബദറിൽ ഖുറൈശികളുടെ പക്ഷത്ത് 100 അശ്വഭടന്മാർ മാത്രമായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഇരട്ടി 200 ഉണ്ട്. അതേപോലെ തന്നെ 700-ഓളം പടയങ്കി ധരിച്ച അങ്കി ധരിച്ച ആളുകൾ. ബദറിൽ 600 ആയിരുന്നു, ഈ ഒരു സന്ദർഭത്തിൽ 700 ഉണ്ട്. അതേപോലെ തന്നെ 3000-ഓളം ഒട്ടകം. ആ 3000-ഓളം ഒട്ടകങ്ങൾക്കുള്ള ആയുധങ്ങൾ അടങ്ങുന്ന ആ വലിയ സൈന്യത്തെ അവിടെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ബദറിനേക്കാൾ എല്ലാ അർത്ഥത്തിലും നമ്പർ കൂടാനുള്ള കാരണം തീർച്ചയാണ്. കാരണം മറ്റുള്ള 2 ഗോത്രങ്ങൾ നൽകിയ സഹായമാണ്, അവർ നൽകിയ കോൺട്രിബ്യൂഷൻ ആകണം ഈ രൂപത്തിൽ അശ്വഭടന്മാരെല്ലാം വർദ്ധിക്കാനുള്ള കാരണം. 3000-ഓളം വരുന്ന സൈന്യത്തിൻ്റെ ഫ്രണ്ടിൽ വലതുഭാഗത്തായിട്ടാണ് കുതിരപ്പടയാളികളെ മുഴുവൻ വിന്യസിച്ചിട്ടുള്ളത്. ആ വലതുഭാഗത്തിൻ്റെ ചുമതല അബൂ സുഫിയാൻ നൽകിയത് ഖാലിദ് ബിനുൽ വലീദിനാണ്. ഖാലിദ് ബിനുൽ വലീദ് നമുക്കറിയാം പിൻകാലഘട്ടത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടാൻ പോകുന്ന ഒരു ആർമി കമാൻഡർ, അല്ലെങ്കിൽ പിൻകാലഘട്ടത്ത് അള്ളാഹുവിൻ്റെ വാൾ സൈഫുല്ല എന്നുള്ള നാമത്തിലെല്ലാം ചരിത്രം രചിക്കാൻ പോകുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ശത്രുപക്ഷത്താണുള്ളത്. മറ്റൊരു സൈഡ് പോയിന്റ്, ഖാലിദ് ബിൻ വലീദ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ബദറിൻ്റെ സന്ദർഭത്തിൽ അദ്ദേഹം കച്ചവട യാത്രയിലോ മറ്റോ ആയത് കാരണം ബദറിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ തന്നെ അദ്ദേഹം നടത്താൻ പോകുന്ന പ്രകടനം നമ്മൾ കാണാനിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചുമതല, വലതുഭാഗത്തിൻ്റെ ചുമതല ഖാലിദ് ബിൻ വലീദിന് നൽകി. അതേ സന്ദർഭത്തിൽ സൈന്യത്തിൻ്റെ ഇടത് ഭാഗത്തെ നിയന്ത്രിക്കുന്നത് ഇക്രിമ ഇബിൻ അബീ ജഹലാണ്, അബൂജഹലിൻ്റെ മകൻ ഇക്രിമ. അദ്ദേഹം ഖാലിദിനെ സഹായിക്കാൻ വേണ്ടി വലതുഭാഗത്തിൻ്റെ ചുമതല അബൂ സുഫിയാൻ അദ്ദേഹത്തിന് നൽകി. ആ മൊത്തം സൈന്യത്തിൻ്റെ ജനറൽ കമാൻഡറായിട്ട് സഖർ ബിൻ ഹർബ്, അതായത് അബൂ സുഫിയാൻ ആയിരുന്നു സൈന്യത്തിൻ്റെ മൊത്തം ചുമതല. അതേപോലെ തന്നെ ആ ഖുറൈശി 3000-ഓളം വരുന്ന ആ സൈന്യത്തിൻ്റെ പതാകവാഹകരായിട്ട് അബൂ സുഫിയാൻ തിരഞ്ഞെടുത്തത് ബനു അബ്ദുദ്ദാർ ഗോത്രക്കാരെയാണ്. അവർക്കായിരുന്നു പതാക വഹിക്കാനുള്ള ചുമതല. അതും പ്രധാനപ്പെട്ടൊരു ജോലിയാണ്. അതോടൊപ്പം തന്നെ ആ സൈന്യത്തെ എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം, ആ സൈന്യത്തോടൊപ്പം തന്നെ സ്ത്രീകളുടെ ഒരു സംഘവും ആ സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ബദറിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ ബദറിലും അവർ സ്ത്രീകളെ കൂടെ കൂട്ടിയിരുന്നു. പക്ഷേ ബദറിൽ അവർ കൂടെ കൂട്ടിയ സ്ത്രീകൾ അത് കേവലം ചീർ ഗേൾസ്, അതായത് അവരെ എല്ലാ അർത്ഥത്തിലും അവരെ ആനന്ദിപ്പിക്കാൻ, അതായത് പാട്ടും നൃത്തവും ആ രൂപത്തിലുള്ള പേക്കൂത്തുകൾക്കും അതേപോലെ തന്നെ അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ആ രൂപത്തിലുള്ള ചില സ്ത്രീകൾ അവർ കൂടെ കൂട്ടിയിരുന്നു. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ആ രൂപത്തിലുള്ള നേതാക്കളായിട്ടുള്ള ആളുകൾ അവരുടെ സ്വന്തം ഭാര്യമാരെ തന്നെ അവർ കൂടെ കൂട്ടിയിരുന്നു. ഖുറൈശികളുടെ പ്രധാനപ്പെട്ട നിരവധി സ്ത്രീകൾ ആ ഒരു സംഘത്തിലുണ്ടായിരുന്നു. ആ സ്ത്രീകളുടെ സംഘത്തിന് നേതൃത്വം നൽകിയത് അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് ബിൻത് ഉത്ബക്കായിരുന്നു ആ സ്ത്രീ സംഘത്തിൻ്റെ നേതൃത്വം. ആ ഹിന്ദിനോടൊപ്പം തന്നെ ഇക്രിമയുടെ ഭാര്യ ഉമ്മു ഹക്കീം, അതേപോലെ തന്നെ അംർ ബിൻ ആസിൻ്റെ ഭാര്യയും, അതേപോലെ തന്നെ ഖാലിദ് ബിൻ വലീദിൻ്റെ സഹോദരി ഫാത്തിമ, ഇവരെല്ലാം ആ രൂപത്തിലുള്ള ഖുറൈശികളിൽപ്പെട്ട പ്രധാനപ്പെട്ട സ്ത്രീകളുടെ അടങ്ങുന്ന ഒരു സംഘവും ആ സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്നു. സ്ത്രീകളെ കൂടെ കൂട്ടാനുള്ള കാരണം പറയുന്നത്, അതായത് സ്വന്തം ഭാര്യമാർ കൂടെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അവർ എല്ലാം മറന്ന് അവർ യുദ്ധക്കളത്തിൽ പോരാടും. ഒരിക്കലും അവർക്ക് പിന്തിരിഞ്ഞോടാൻ കഴിയില്ല. അപ്പോൾ ആ രൂപത്തിൽ ഒരു മോട്ടിവേഷന് വേണ്ടിയായിരുന്നു അവർ ഈ രൂപത്തിൽ സ്ത്രീകളെയും കൂടെ കൂട്ടിയത്. അങ്ങനെ ആ രൂപത്തിൽ ആ സ്ത്രീകളെല്ലാം അടങ്ങുന്ന സർവായുധ സജ്ജരായിട്ടുള്ള സൈന്യം മദീനയെ ലക്ഷ്യമാക്കി അവർ മക്കയിൽ നിന്ന് അവർ പുറപ്പെടാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ അവർ പടിഞ്ഞാറ് ഭാഗത്തൂടെ ആ പതിവ് വഴിക്ക് തന്നെ അവർ മദീനയെ ലക്ഷ്യമാക്കി ആ സൈന്യം മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സൈന്യം ഒരു ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും. അവർ അൽ അബുവ എന്നുള്ള സ്ഥലത്ത് എത്തിയ സന്ദർഭത്തിൽ, ആ ഒരു സ്ഥലം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഒരുപാട് മുമ്പ് മക്കൻ സീറ പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ നുബുവത്തെല്ലാം ലഭിക്കുന്നതിന് മുമ്പുള്ള റസൂലുള്ളാഹിൻ്റെ ആ ഒരു ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ അൽ അബുവ എന്നുള്ള സ്ഥലം സുപരിചിതമാണ്. അവിടെ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മാതാവ് മരണപ്പെടുന്നത്. മാതാവിൻ്റെ ഖബറുള്ളത് അൽ അബുവ എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ അവിടെ ആ ഖുറൈശി പട അവിടെ എത്തിയ സന്ദർഭത്തിൽ ആ സ്ത്രീകളുടെ സംഘത്തിൻ്റെ അതിന് നേതൃത്വം നൽകിയ അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് ബിൻത് ഉത്ബ അവരുടെ അകത്തുള്ള അടങ്ങാത്ത പക കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാവിൻ്റെ ആ ഖബർ മാന്താൻ വേണ്ടി അവർ നിർദ്ദേശിക്കാൻ അത്രയേറെ പക അവർക്ക് മനസ്സിലുണ്ടായിരുന്നു. ആ ഖബർ മാന്താനും അല്ലെങ്കിൽ ആ ഖബറിനകത്തുള്ളത് പുറത്തെടുക്കാനെല്ലാം അവരുടെ ആ വിദ്വേഷം കാരണം ആ രൂപത്തിലുള്ള ഒരു ആജ്ഞ അവർ സൈന്യത്തിന് നൽകി. ആ സന്ദർഭത്തിൽ ചില ഖുറൈശി നേതാക്കൾ തടഞ്ഞു, അത് ചെയ്യാൻ പാടില്ല,
നിങ്ങൾ ആ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ഗോത്രക്കാർ അവർ നമ്മുടെ ഖബറുകളും പിന്നീട് നാളെ മാന്തും, അപ്പോൾ അതൊരിക്കലും ആ രൂപത്തിലുള്ള പ്രവൃത്തി ചെയ്യരുതെന്ന് പറഞ്ഞ് അവരെ വിലക്കുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും. അത്രയേറെ പ്രതികാരദാഹം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ സൈന്യം മദീന ലക്ഷ്യമാക്കി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ സന്ദർഭത്തിൽ മറുവശത്ത് ഇനി നമ്മൾ മദീനയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സന്ദർഭത്തിൽ മദീനയിൽ എല്ലാം പതിവ് പോലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ സൈന്യത്തിൻ്റെ മുന്നൊരുക്കങ്ങളും അതേ സൈന്യം മദീന ലക്ഷ്യമാക്കി വരുന്നതൊന്നും ആ ഒരു പോയിന്റ് വരെ അവരറിഞ്ഞിട്ടില്ല. പിന്നീട് അവർ എങ്ങനെയാണ് ഖുറൈശികളുടെ ഈ വരവിനെ സംബന്ധിച്ച് അറിയുന്നത്, അത് മനസ്സിലാക്കാൻ നമ്മൾ ഒരല്പം കൂടെ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. മക്കയിൽ ഈ ഒരു സന്ദർഭത്തിലും റസൂലുള്ളാഹിൻ്റെ മറ്റൊരു പിതൃവൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ആ സന്ദർഭത്തിലും മക്കയിലുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അദ്ദേഹം ബദറിൻ്റെ സന്ദർഭത്തിൽ ഖുറൈശികളുടെ നിർബന്ധം കാരണം ആ സൈന്യത്തോടൊപ്പം വന്ന് റസൂലുള്ളാഹി ബദറിൻ്റെ തൊട്ടു മുമ്പ് അവർക്ക് പ്രത്യേകമായിട്ട് നിർദ്ദേശം നൽകി, അബ്ബാസിനെ നിങ്ങൾ വധിക്കരുത്. അങ്ങനെ അവർ ബദറിൽ യുദ്ധത്തടവുകാരനായിട്ട് പിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ആ മോചനദ്രവ്യം ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അദ്ദേഹത്തെ ഞെട്ടിക്കുന്ന രൂപത്തിൽ ഒരു ചോദ്യവും ചോദിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, താങ്കളും ഭാര്യ ഉമ്മുൽ ഫദ്ലും അവിടെ ഒളിപ്പിച്ചു വെച്ച ധനത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്. ഈ ഒരു സംഭവങ്ങളെല്ലാം അവിടെ അരങ്ങേറുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിരവധി സീറ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് വളരെ നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഒന്നുകിൽ ആ ബദറിൻ്റെ സന്ദർഭത്തിൽ അല്ലെങ്കിൽ അതിനു നേരത്തെ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നു. പക്ഷേ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഏതായാലും ആ മക്ക വിജയ വർഷത്തിലാണ്. അപ്പോൾ നിരവധി പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് വളരെ നേരത്തെ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, എന്നിട്ടും ആ ഇസ്ലാം രഹസ്യമാക്കി വെച്ചുകൊണ്ട് മക്കയിൽ തന്നെ ജീവിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകിയതായിരുന്നു. കാരണം ഇതേ രൂപത്തിലുള്ള ന്യൂസുകൾ മറ്റും ലഭിക്കാൻ ഒരു ചാരണം എന്നുള്ള നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മക്കയിൽ നിർത്തിയതായിരുന്നു. അതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അതിനുള്ള തെളിവാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അബൂലഹബ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ വീട്ടിൽ വന്ന് അവരുടെ ആ വേലക്കാരൻ അബൂ റാഫീനെ ആക്രമിച്ച സന്ദർഭത്തിൽ ഭാര്യ ഉമ്മുൽ ഫദ്ൽ ആ തലക്കടിക്കുന്ന ആ ഒരു സംഭവത്തിലും അബൂ റാഫി ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഞാനും അബ്ബാസിൻ്റെ ഭാര്യ ഉമ്മുൽ ഫദ്ലും റളിയല്ലാഹു അൻഹ ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു, അബ്ബാസ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം രഹസ്യമാക്കി വെച്ചു, അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിരവധി ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ ഇസ്തിആബിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു സംഭവം. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ സമീപത്തേക്ക് വരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു കത്തെഴുതിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എഴുതി. റസൂലുള്ളാഹി പറഞ്ഞു, അന്ന മഖാമക ഫീ മക്കത്ത ഖൈർ, താങ്കൾ ഈ ഒരു സന്ദർഭത്തിൽ മക്കയിൽ നിൽക്കുന്നതാണ് നല്ലത്. ആ രൂപത്തിൽ മക്കയിൽ തന്നെ നിൽക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകി എന്നുള്ള ആ ഒരു സംഭവമെല്ലാം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ മക്കയിൽ തന്നെ നിർത്തിയതായിരുന്നു. വളരെ നേരത്തെ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അല്ലാഹു അലം. അതിന് ഏറ്റവും കൂടുതൽ ബലം നൽകുന്ന ഒരു തെളിവാണ് നമ്മൾ പറയാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഖുറൈശികളുടെ ആ സൈന്യം ആ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി ഉഹുദിന് വേണ്ടി അവർ പുറപ്പെട്ട സന്ദർഭത്തിൽ ആ സൈന്യത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിലും വെച്ചുകൊണ്ട് രഹസ്യമായിട്ട് ഉടനെ തന്നെ ആ സന്ദേശം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മദീനയിലേക്ക് കൈമാറാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി ആ ഖുറൈശികളുടെ ആ സൈന്യം വരുന്ന ആ ഒരു ന്യൂസ് റസൂലുള്ളാഹിക്ക് ലഭിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ അവർ ഈ രൂപത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിരുന്നു. ഒരു പക്ഷേ അല്ലാഹു അലം അവർ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ അത്രയേറെ വിശ്വസിച്ച് കാണുന്നില്ല. അപ്പോൾ ആ ഒരു ന്യൂസ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് ഈ ഒരു പോയിന്റിലായിരിക്കണം ലഭിച്ചിട്ടുണ്ടാവുക. അല്ലാഹു അലം. അപ്പോൾ ഏതായിരുന്നാലും ആ ന്യൂസ് ലഭിച്ച ഉടനെ തന്നെ ആ സൈന്യത്തിൻ്റെ മൊത്തം ഡീറ്റെയിൽ, അവരെത്ര അംഗസംഖ്യയുണ്ട്, അവരെത്ര കുതിരപ്പടയാളികളുണ്ട്, അതെല്ലാ ഡീറ്റെയിലുകളും വെച്ച് അവരെന്നാണ് മദീനയിലേക്ക് എത്തുക, ഈ ഡീറ്റെയിലുകളെല്ലാം കുറിച്ചുകൊണ്ട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഒരു കുറിപ്പ് എഴുതി അത് രഹസ്യമാക്കി വളരെ രഹസ്യമായിട്ടൊരാളുടെ കയ്യിൽ നൽകി. എത്രയും പെട്ടെന്ന് ആ ന്യൂസ് മദീനയിലേക്ക് എത്തിക്കാൻ വേണ്ടി അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുകയാണ്. ഈ മെസ്സഞ്ചർ അയാൾ കഴിയുന്നത്ര വേഗത്തിൽ, ഒരാൾക്ക് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേഗതയിൽ പോയാൽ മദീനയിൽ എത്തുക 3 ദിവസമാണ്. ആ 3 ദിവസം കൊണ്ട് തന്നെ അതിവേഗത്തിൽ കുതിച്ച് ഈ ഒരു ന്യൂസ്, അതായത് ഖുറൈശി പട പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൈമാറാൻ വേണ്ടി അദ്ദേഹം ദ്രുതഗതിയിൽ മദീനയിലേക്ക് കുതിക്കുകയാണ്. അങ്ങനെ മദീനക്ക് മുമ്പ് അയാൾ ഖുബയിലെത്തിയ സന്ദർഭത്തിൽ അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഈ ഒരു മെസ്സഞ്ചർ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അയച്ച ആ മെസ്സഞ്ചർ ഖുബയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. റസൂലുള്ളാഹി ആ ഖുബാ പള്ളിയുടെ സമീപത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ട ഉടനെ തന്നെ ഈ ഒരു മെസ്സഞ്ചർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കത്ത് കൈമാറുകയാണ്.
അപ്പോൾ റസൂലുള്ള കത്ത് തുറന്നു. പക്ഷേ നമുക്കറിയാം നബിയല്ലും റസൂലുള്ള നിരക്ഷരനാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ആ കത്ത് നൽകി റസൂലുള്ള അത് വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അത് വായിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ അതിൽ ഖുറൈശികൾ മക്കയിൽ നിന്നും പുറപ്പെട്ടതും ആ സൈന്യത്തിൻ്റെ അളവ് അതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽ അടങ്ങുന്ന ആ കത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് വായിച്ചു കൊടുത്തു. അതറിഞ്ഞ ഉടനെ തന്നെ ഇനി കൂടുതൽ സമയമില്ല, റസൂലുള്ള ആദ്യമായിട്ട് റസൂലുള്ള ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ വിവരം രഹസ്യമാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു. റസൂലുള്ള പ്രത്യേകമായിട്ട് നിർദ്ദേശിച്ചു, ഒരാളിലേക്കും ഈ വിവരം കൈമാറാൻ പാടില്ല. ആ രൂപത്തിൽ റസൂലുള്ള ആദ്യം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ നിർദ്ദേശിച്ചു. അതിനുശേഷം ഒട്ടും സമയം പാഴാക്കാതെ ഖുബയിൽ നിന്നും റസൂലുള്ള അതിവേഗത്തിൽ മദീനയിലേക്ക് തിരിക്കാൻ. അങ്ങനെ മദീനയിൽ എത്തിയ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട പ്രധാനപ്പെട്ട അവരുടെ നേതാക്കളെ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒരു രഹസ്യ മീറ്റിംഗ് വിളിക്കാൻ. പ്രധാനമായിട്ടും അൻസാറുകളിൽ പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അതേപോലെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, അൻസാറുകളുടെ പ്രധാനപ്പെട്ട ലീഡർമാർ അവരെ വിളിച്ച്, അവരെ മാത്രം വിളിച്ച്, ആ ഒരു കോർ ഗ്രൂപ്പിനെ മാത്രം വിളിച്ച് റസൂലുള്ള ഈ വിവരം അവരിലേക്ക് കൈമാറി. അൻസാറുകളെ പ്രധാനമായിട്ട് വിളിക്കാനുള്ള കാരണം അവരാണ് മദീന നിവാസികൾ, മദീനയെ ആദ്യമായിട്ട് പുറമേ നിന്നും ഒരു സംഘം ആക്രമിക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു വിവരം ലഭിച്ചത് മുതൽ അവർ ഭീതി കാരണം പിന്നീട് സദാ ആയുധധാരികളായിട്ടായിരുന്നു നടന്നത്. നമസ്കാരത്തിൽ പോലും അവർ ആയുധമണിഞ്ഞു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ അൻസാറുകളുടെ പ്രമുഖരായിട്ടുള്ള ആ നേതാക്കൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, അവർ പാതിരാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന് പാറാവ് നിന്നു എന്നുള്ള കാവൽക്കാരായിട്ട് അവർ നിന്നു. അത്രത്തോളം അവർ ഭയന്നു. കാരണം ആ 3000-ഓളം വരുന്ന ഖുറൈശി സൈന്യത്തിൻ്റെ പ്രൈമറി ടാർഗറ്റ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇപ്പോൾ ഏത് സന്ദർഭത്തിലും മദീനയിൽ അപ്രതീക്ഷിതമായിട്ടൊരു മിന്നലാക്രമണം പ്രതീക്ഷിക്കാവുന്നതാണ്. നേരത്തെ ഗസ്വത്തു സവീഖിൽ സമാനമായിട്ട് അബൂ സുഫിയാൻ ആ രൂപത്തിലൊരു ആക്രമണം അവിടെ നേരത്തെ നടത്തിയിട്ടുണ്ട്. അപ്പം അതെല്ലാം കണ്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് കാവൽ നിൽക്കുന്നു. അതേപോലെ തന്നെ മദീനയുടെ പ്രധാന ഭാഗത്തെല്ലാം ചില ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്നുള്ള വരവ് മണത്തറിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ നിയമിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഏകദേശം ശവ്വാൽ 4-നോ 5-നോ, അതായത് ചൊവ്വാഴ്ച ദിവസം അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസം ആയിരിക്കണം ഇതെല്ലാം അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. കൃത്യമായിട്ടൊരു ഡേറ്റ് പറയാൻ സാധ്യതയില്ല. നമ്മൾ നിരവധി പസിലുകൾ ചേർത്തൊരു മുഴുനീള ചിത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും യുദ്ധം അരങ്ങേറുന്നത് ശവ്വാൽ 7 ശനിയാഴ്ച ദിവസം പ്രഭാതത്തിലാണ് ഉഹുദ് യുദ്ധം അരങ്ങേറുന്നത്. അപ്പം അതിനു മുമ്പ് ഈ ഒരു ദിനങ്ങളിലായിരിക്കണം ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. ആ ഒരു ദിവസത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ചാരന്മാരെ, അതായത് സൈന്യം വരുന്നുണ്ടെന്നുള്ള വാർത്ത 100% ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി 2 ചാരന്മാർ ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹുവിനെയും മറ്റൊരു സ്വഹാബിയെയും റസൂലുള്ളാഹി ആ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള വഴിയിൽ റസൂലുള്ളാഹി പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ അവർ കഴിയുന്നത്ര വേഗത്തിൽ ആ ഒരു ദിശയിലേക്ക് കുതിച്ച് അവരവസാനം ഒരുപാട് ദൂരം പിന്നിട്ട സന്ദർഭത്തിൽ വഴിയിൽ അവർ സൈന്യത്തെ കണ്ടു. അവർ രഹസ്യമായിട്ട് ആ സൈന്യത്തെ വീട്ടിച്ച് മുഴുവൻ ഡീറ്റെയിൽ അവർ കളക്ട് ചെയ്തു. എത്ര ആളുകളുണ്ട്, അതേപോലെ തന്നെ എത്ര കുതിരപ്പടയാളികളുണ്ട്, ആ സൈന്യത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിലും കളക്ട് ചെയ്ത് അവർ തിരിച്ചെത്തി. അവർ തിരിച്ചെത്തിയിട്ടുണ്ടാവുക മിക്കവാറും ആ ശവ്വാൽ 5-ാം തീയതി വ്യാഴാഴ്ച ദിവസം ആയിരിക്കണം അവർ തിരിച്ചെത്തിയിട്ടുണ്ടാവുക. അല്ലാഹു ആലം, കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം അവർ ആ ദിനം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിവരങ്ങളെല്ലാം കൈമാറി. നമ്മൾ കേട്ടത് ശരിയാണ്, ഈ രൂപത്തിലാണ് ആ സൈന്യത്തിൻ്റെ ഏകദേശ ഘടന അവർ റസൂലുള്ളാഹിക്ക് വിശദീകരിച്ചു കൊടുത്തു. അപ്പം അവിടെ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നൊരു ചോദ്യം, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്തിനാണ് 2 ആളെ പറഞ്ഞയച്ച് അത് വീണ്ടും പരിശോധിക്കാൻ വേണ്ടി റസൂലുള്ളാഹി നിർദ്ദേശിച്ചത്? അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഖുറൈശികളെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതലേ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂറിനെ സംബന്ധിച്ച് അവർക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കൂറ് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിർബന്ധിച്ച് അദ്ദേഹത്തെ ബദറിൽ പങ്കെടുപ്പിച്ചത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹി ബദർ യുദ്ധത്തിന് തൊട്ടു മുമ്പ് അനുയായികളെ വിളിച്ച് അബ്ബാസിനെ നിങ്ങൾ വധിക്കരുതെന്ന് റസൂലുള്ളാഹി പ്രത്യേക നിർദ്ദേശം നൽകാനുള്ള കാരണം. അപ്പോൾ തുടക്കം മുതലേ ഈ ഒരു സംശയം അവർക്കുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഖുറൈശികൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കബളിപ്പിക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ അവർ ഇതേ രൂപത്തിൽ തെറ്റായിട്ടുള്ള വിവരം അദ്ദേഹത്തിലേക്ക് എത്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ള മുഴുവൻ ആളുകളിലേക്കും ഈ ഒരു വാർത്ത പങ്കുവെക്കുന്നതിന് മുമ്പ് അത് 100% പരിശോധിച്ച് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആളെ പറഞ്ഞയച്ചത്. അവിടെയും സുബ്ഹാനല്ലാഹ് മനോഹരമായിട്ടുള്ള മാതൃക. നമുക്കറിയാം, ഏതൊരു വാർത്ത പരിശുദ്ധ ഖുർആനിലും
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്തെങ്കിലും സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിൽ ഏതെങ്കിലും ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിയാൽ അത് മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെക്കുന്നതിന് മുമ്പ് നിങ്ങളത് പരിശോധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസ് ഇവിടെ ചേർത്ത് വായിക്കേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞു, അൽ അജലു മിന ശൈത്വാൻ, ധൃതി എന്നുള്ളത് അത് പിശാചിൽ നിന്നുള്ളതാണ്. അതേ സന്ദർഭത്തിൽ സമയമെടുത്ത് വളരെ സാവധാനം കൃത്യമായിട്ട് അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുക എന്നുള്ളത് അതാണ് യഥാർത്ഥ വിശ്വാസികൾ. അവിടെയും ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായിട്ടുള്ള മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രവൃത്തിയിലൂടെയെല്ലാം നമ്മളിലേക്ക് വെക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ശവ്വാൽ 6 വെള്ളിയാഴ്ച ദിവസം, അതായത് യുദ്ധത്തിൻ്റെ തലേ ദിനം, അന്നത്തെ ദിവസം മിക്കവാറും അന്നത്തെ പ്രഭാതത്തിൽ സീറത്ത് ഇബ്നു ഇസ്ഹാഖിൽ അന്നൊരു ജനാസ ഉണ്ടായിരുന്നു. അൻസാറുകളിൽപ്പെട്ട ഏതോ ഒരാൾ വഫാത്തായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസയുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം പള്ളിയിൽ സംഗമിച്ച ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വാർത്ത, അതായത് മദീനയെ ഈ രൂപത്തിൽ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ടെന്നുള്ള ആ വാർത്ത റസൂലുള്ളാഹി മുഴുവൻ ആളുകളിലേക്ക് പങ്കുവെക്കുകയാണ്. ഈ ഒരു അവസാനം യുദ്ധത്തിൻ്റെ തലേ ദിനം വരെ റസൂലുള്ളാഹി ഒരു അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ആ ഒരു ന്യൂസ് ലഭിച്ചിട്ടും അവസാന നിമിഷം റസൂലുള്ളാഹി പങ്കുവെച്ചതിലുള്ള അതിലുള്ളൊരു യുക്തി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ തന്നെ അനൗൺസ് ചെയ്താൽ, നിങ്ങൾക്കറിയാം മദീന എന്നുള്ളത് അവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മാത്രമല്ല, അവിടെ ജൂതന്മാരായിട്ടുള്ള ആളുകളുണ്ട്, അതേപോലെ തന്നെ മുനാഫിക്കുകളായിട്ടുള്ള ആളുകളുണ്ട്. അവരെല്ലാം അവസരം കിട്ടിയാൽ ഏതെങ്കിലും രൂപത്തിൽ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കൊരു അടി നൽകാൻ അവസരം കാത്തു നിൽക്കുന്ന ആളുകളാണ്. ഇപ്പം നേരത്തെ ബനു ഖൈനുഖാവുമായി ബന്ധപ്പെട്ട് നമ്മളത് കണ്ടതാണ്. അതേപോലെ തന്നെ മുനാഫിക്കുകളായിട്ടുള്ള ആളുകളുടെ ഏകദേശം നിറമെല്ലാം മുസ്ലിങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ആ ഒരു ന്യൂസ് അവരിലേക്ക് കൈമാറുന്നത് പല അപകടവും ക്ഷണിച്ചു വരുത്തിയേക്കാം. അത് കാരണമായിരിക്കണം അല്ലാഹു ആലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലേ ദിനം ആ വാർത്ത അവരിലേക്ക് പങ്കുവെച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വാർത്ത അവരിലേക്ക് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നവും അവരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്വപ്നം ഈ ഒരു സന്ദർഭത്തിൽ കണ്ട് അവരിലേക്ക് പങ്കുവെച്ചു എന്നുള്ളതാണ് സീറത്ത് ഇബ്നു ഇസ്ഹാഖിൽ വായിക്കാൻ സാധിക്കുക. അതേ സന്ദർഭത്തിൽ അതേ സ്വപ്നത്തെ സംബന്ധിച്ച് കടന്നു വരുന്ന മറ്റൊരു റിപ്പോർട്ട് സ്വഹീൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും മുത്തഫഖുൻ അലൈഹിയായിട്ടുള്ള ഒരു ഹദീസിലും ഈ സ്വപ്നത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അത് പ്രകാരം റസൂലുള്ളാഹി ആ സ്വപ്നം കാണുന്നത് ഈ ഒരു സന്ദർഭത്തിലല്ല, മറിച്ച് വളരെ നേരത്തെ മക്കീ കാലഘട്ടത്തെ ഹിജ്റയോട് അടുത്ത ആ ഒരു സന്ദർഭത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വപ്നം ദർശിച്ചത്. അത് റസൂലുള്ളാഹി ഒരു പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഉഹദിന് ശേഷമായിരിക്കണം മിക്കവാറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം അവരിലേക്ക് പങ്കുവെച്ചിട്ടുണ്ടാവും. അല്ലാഹു അല അതാണ് കൂടുതൽ യുക്തിക്ക് നിരക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിൽ കണ്ട സ്വപ്നം സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസിൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, റഅയ്തു ഫിൽ മനാമി ഇന്നി ഉഹാജിറു മിൻ മക്കത ഇലാ അർളിൻ ബിഹാ നഖൽ, ഈത്തപ്പനയുള്ള ഒരു നാട്ടിലേക്ക് ഹിജ്റ പോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അത് യമാമയോ അല്ലെങ്കിൽ ഹജ്റോ ആണെന്ന് ഞാൻ കരുതി, പക്ഷേ പിന്നീട് അത് യസ്രിബ് അല്ലെങ്കിൽ മദീനയാണെന്നുള്ള കാര്യം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതാണ് ആ സ്വപ്നത്തിൻ്റെ തുടക്കം. എന്നിട്ട് അതേ സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് ചില കാര്യങ്ങൾ കൂടെ കണ്ടതായിട്ട് ഹദീസിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ സ്വപ്നത്തിൽ ചില കാര്യങ്ങൾ കണ്ടു. നമുക്കറിയാം സ്വപ്നം അത് സിംബോളിക്കായിരിക്കും, അതിന് വ്യാഖ്യാനം ആവശ്യമുണ്ട്. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എൻ്റെ വാള് വീശുന്നതായിട്ടും ആ വാളിൻ്റെ വായ്ത്തല, അതിൻ്റെ മുൻഭാഗം അല്ലെങ്കിൽ ആ വാളിൻ്റെ തലപ്പ് വായ്ത്തല പൊട്ടുന്നതായിട്ടും ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അതാണ് രണ്ടാമതായിട്ട് കണ്ടത്. മൂന്നാമതായിട്ട് ഹദീസിൽ വറഅയ്തു ഫീഹൽ ബഖറ, ഞാൻ ചില പശുക്കളെയും ആ സ്വപ്നത്തിൽ കണ്ടു. വല്ലാഹു ഖൈർ, തീർച്ചയായിട്ടും അത് നല്ലതാണ്, അത് ഖൈറാണ്. ഈ 3 കാര്യങ്ങളാണ് ബുഖാരിയിലുള്ള ഹദീസിൽ. അതേ സന്ദർഭത്തിൽ അതേ ഹദീസിൻ്റെ മറ്റൊരു വെർഷൻ ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ കടന്നു വരുന്നുണ്ട്. അതിൽ 4ാമതായിട്ട് മറ്റൊരു കാര്യം കൂടെ കടന്നു വരുന്നുണ്ട്. റസൂലുള്ളാഹി 4ാമതായിട്ട് ആ സ്വപ്നത്തിൽ കണ്ടത്, എൻ്റെ കൈകൾ അല്ലെങ്കിൽ എൻ്റെ ശരീരം സുരക്ഷിതമായിട്ടുള്ള ഒരു അങ്കിക്കുള്ളിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കുന്നതായിട്ടും ഞാൻ കണ്ടു. വറഅയ്തു ഇന്നി അദ്ഖൽതു യദീ ഫീ ദിർഇൻ ഹസീന, സുരക്ഷിതമായിട്ടുള്ളൊരു അങ്കിക്കുള്ളിലേക്ക് എൻ്റെ കൈകൾ പ്രവേശിപ്പിക്കുന്നതായിട്ടും ഞാൻ കണ്ടു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ആ സ്വപ്നത്തിൽ കണ്ട 4 കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ആ സ്വപ്നത്തിൻ്റെ തഅ്വീൽ, അതിൻ്റെ വ്യാഖ്യാനം? നമുക്കറിയാം പ്രവാചകന്മാരുടെ സ്വപ്നം എന്നുള്ളത് 100% സത്യമാണത്. അപ്പോൾ ആദ്യമായിട്ട് കണ്ടത് ഹിജ്റ പോകാനുള്ള ദേശമാണ്, അതിന് വ്യാഖ്യാനം ആവശ്യമില്ല. രണ്ടാമതായിട്ട് സ്വപ്നത്തിൽ റസൂലുള്ളാഹി വാള് വീശുന്നതായിട്ടും ആ വാളിൻ്റെ വായ്ത്തല പൊട്ടുന്നതായിട്ടും റസൂലുള്ളാഹി കണ്ട്. അതിനെ വിശദീകരിച്ചത് ഫഇദാ ഹുവ മാ ഉസീബ മിനൽ മുഅ്മിനീന യൗമ ഉഹദ്, ഉഹദിൻ്റെ ദിനം വിശ്വാസികൾക്ക് നേരിട്ട പരാജയമാണ് ആ രൂപത്തിൽ റസൂലുള്ളാഹി കണ്ട. ആ രൂപത്തിലാണ് അതിനെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഇത് ഈ ഉഹദിൻ്റെ മുന്നേ ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു എന്നുള്ളത്, വരാനിരിക്കുന്ന പരാജയത്തെ സംബന്ധിച്ച് മുൻകൂട്ടി പറയുന്നത് അത് ഏത് രൂപത്തിലുള്ള എഫക്റ്റാണ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ
മിക്കവാറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വപ്നത്തെ വിശദീകരിച്ചിട്ടുണ്ടാവുക ഉഹുദിന് ശേഷമായിരിക്കണം, അല്ലാഹു അലം. ആ രൂപത്തിൽ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നേരത്തെ പറയാൻ വിട്ടത്, റസൂലുള്ളാഹി പറയുന്നുണ്ട്, ആ വാളിൻ്റെ വായ്ത്തല പൊട്ടുന്നതായിട്ടും വീണ്ടും ഞാനത് വീശിയ സന്ദർഭത്തിൽ അത് പൂർവാധികം നല്ല രൂപത്തിലേക്ക് മാറുന്നതായിട്ടും റസൂലുള്ളാഹി കാണുന്നുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിജയവും അതേപോലെ തന്നെ മുസ്ലിങ്ങൾ ഒത്തുകൂടുന്നതിനെ സംബന്ധിച്ചാണ് ആ രൂപത്തിൽ കണ്ടത് എന്നുള്ളത് റസൂലുള്ളാഹി അതിനെ തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാളുമായിട്ട് ബന്ധപ്പെട്ടത് അതാണ്. രണ്ടാമതായിട്ട് വറഅയ്തു ഫീഹൽ ബഖറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായിട്ട് ആ സ്വപ്നത്തിൽ കണ്ടത് പശുക്കളെയാണ്. അപ്പോൾ ആ പശുക്കൾക്ക് നൽകിയ വ്യാഖ്യാനം റസൂലുള്ളാഹി കൂടെ പറഞ്ഞു വല്ലാഹു ഖൈർ, തീർച്ചയായിട്ടും അത് ഖൈറാണ്. മറ്റൊരു സൈഡ് പോയിന്റ് സൂറത്ത് യൂസുഫിലും സമാനമായി പശുക്കളെ സ്വപ്നം കാണുന്നതും വിശദീകരിക്കുന്നതല്ല അവിടെയും കാണാൻ സാധിക്കും. അപ്പോൾ റസൂലുള്ളാഹി ഇവിടെ പറഞ്ഞു, ഞാൻ ആ പശുക്കളായി സ്വപ്നം കണ്ടത് അത് ഉഹുദിൽ യുദ്ധം ചെയ്ത ഒരു വിശ്വാസികളുടെ ഒരു സംഘത്തെയാണ്, അല്ലെങ്കിൽ ഉഹുദിലെ ശുഹദാക്കളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പശുവായിട്ട് കാണുന്നത്. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഫതഹുൽ ബാരിയിൽ ഇബ്നു ഹജർ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ അവിടെ ശുഹദാക്കളെ പശുക്കളുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള കാരണം, അപ്പോൾ പശുക്കൾ നമുക്കറിയാം അത് ജീവിച്ചിരുന്നാലും മരിച്ചാലും രണ്ടും ഉപകരിക്കുന്ന ജീവികളാണ്. ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പാലും മറ്റും നിരവധി ഉപകാരങ്ങൾ, അത് അല്ലെങ്കിൽ മരണപ്പെട്ടാൽ അതിൻ്റെ മാംസവും മറ്റും അതും ഭക്ഷ്യയോഗ്യമാണ്. അതേ ഒരു രൂപത്തിൽ യുദ്ധത്തിൽ പോരാടുന്ന ആളുകൾ അവർ ജീവിച്ചിരുന്നാൽ ഖൈർ, അതേ സന്ദർഭത്തിൽ അവർ ഷഹീദായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാന്റെ 169 വചനത്തിൽ വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവർ മരണപ്പെട്ടു എന്ന് പോലും നിങ്ങൾ പറയരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രാധാന്യം നേരത്തെ നമ്മൾ ബദറിൽ പറഞ്ഞിരുന്നു. അവ 2000 ഖൈറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ രൂപത്തിൽ പശുക്കളായിട്ട് അതിനെ വ്യാഖ്യാനിച്ചതെന്നാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായിട്ട് കണ്ടത്. പിന്നീട് നാലാമതായിട്ട് റസൂലുള്ളാഹി സ്വപ്നത്തിൽ കണ്ടത്, ഒരു പക്ഷേ അല്ലാഹു അലം സ്വപ്നത്തിൻ്റെ ഈ ഒരു ഭാഗം പറയാൻ പോകുന്ന ആ ഒരു ഭാഗം റസൂലുള്ളാഹി ഈ ഒരു സന്ദർഭത്തിൽ അവരിലേക്ക് പങ്കുവച്ചിരിക്കാം, അല്ലാഹു അലം. റസൂലുള്ളാഹി നാലാമതായി കണ്ടത് തൻ്റെ കൈകൾ അല്ലെങ്കിൽ ശരീരം സുരക്ഷിതമായിട്ടുള്ളൊരു അങ്കിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതായിട്ട് ദിർഇൻ ഹസീന, അതാണ് റസൂലുള്ളാഹി നാലാമതായിട്ട് കണ്ടത്. അതിനെ റസൂലുള്ളാഹി വ്യാഖ്യാനിച്ചത് ഫഅവ്വൽതുഹൽ മദീന, അത് മദീന, ആ സുരക്ഷിതമായിട്ടുള്ള അങ്കി എന്നുള്ളതിനെ റസൂലുള്ളാഹി മദീനയായിട്ടാണ് റസൂലുള്ളാഹി വ്യാഖ്യാനിച്ചത്. എന്തുകൊണ്ടാണ് മദീനയെ സുരക്ഷിതമായിട്ടുള്ള അങ്കി എന്നുള്ള ആ രൂപത്തിൽ വ്യാഖ്യാനിക്കാനുള്ള കാരണം? നേരത്തെ ഹിജ്റയുടെ ആ ഭാഗത്ത് നമ്മൾ ചില കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ കാരണം മദീനയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയാണ്. നമ്മുടെ ഒരു കയ്യുറയിലേക്ക് കൈ പ്രവേശിച്ചാൽ അല്ലെങ്കിൽ അങ്കിക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചാൽ അതേത് രൂപത്തിലാണത് സുരക്ഷിതമാകുന്നത്, അതേ രൂപത്തിൽ മദീനക്കകത്ത് നിൽക്കുന്ന ആളുകൾക്ക് മദീന വല്ലാത്തൊരു പ്രൊട്ടക്ഷനാണ്. അത് നാച്ചുറലി ഒരു വലിയൊരു പ്രൊട്ടക്ഷൻ മദീന നൽകുന്നുണ്ട്. കാരണം മദീനയുടെ ഭൂമിശാസ്ത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ 2 ഭാഗം, കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലുടനീളം അഗ്നിപർവ്വത പാറകളാണ്, വോൾക്കാനിക് റോക്കുകളാണ്, തീയിൽ കരിഞ്ഞതുപോലെയുള്ള കറുത്ത കൂർത്ത പാറകളാണ്. അപ്പോൾ അതുവഴി ഒരിക്കലും ഒരു സൈന്യത്തിന് മദീനയിലേക്ക് വരിക അസാധ്യമാണ്. അത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് പോലും നടക്കാൻ കഴിയാത്ത വിധം കൂർത്ത പാറകളാണ്. ഇന്നും നമുക്കറിയാം മദീന നമ്മൾ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ ആ 2 ഏരിയ ഹെറ ഷർഖിയ, ഹെറ ഗർബിയ എന്നുള്ള പേരിൽ പ്രസിദ്ധമാണ്. ഇന്നും സമാനമായിട്ട് അവിടെ പോയാൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ ആ 2 വഴി കിഴക്കും പടിഞ്ഞാറും ആ രൂപത്തിൽ അത് ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നീടുള്ളത് തെക്ക് ഭാഗമാണ്. തെക്ക് ഭാഗത്തുടനീളം അവരുടെ ആ പ്ലാന്റേഷൻ, ഈത്തപ്പന കൃഷിയുടെ വലിയ തോട്ടങ്ങളാണ്. അപ്പോൾ അതിലൂടെയും ഒരിക്കലും ഒരു സൈന്യത്തിന് മദീനയിൽ പ്രവേശിക്കുക സാധ്യമല്ല. പിന്നീട് ആകെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം അത് നോർത്ത് വടക്ക് ഭാഗം മാത്രമാണ്. ആ വടക്ക് ഭാഗത്തൂടെ മാത്രമേ മദീനയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ആ ഭാഗത്ത് തന്നെയാണ് ഉഹുദ് മലയുള്ളത്. ആ വലിയ ഉഹുദ് മല അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്കും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഈ ഒരു വലിയ അഡ്വാൻറ്റേജ് മദീനക്കുണ്ട്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ആ ഒരു പ്രദേശം ചിന്തിച്ചു നോക്കുക. അപ്പം അതുകൊണ്ടാണ് നമുക്കറിയാം മുന്നോട്ടുള്ള ചരിത്രത്തിലും അഹ്സാബ് യുദ്ധം, ഖന്തഖ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ആ മദീനക്ക് ചുറ്റും മൊത്തത്തിൽ അവർ കിടങ്ങൊന്നും കുടിച്ചിട്ടില്ല. ആ ഓപ്പണായി കിടക്കുന്ന വടക്ക് ഭാഗത്ത് മാത്രമായിരുന്നു അവർ കിടങ്ങ് കുടിച്ചത്. കാരണം അത് മാത്രമാണ് ഈ ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ സാധ്യമായിട്ടുള്ള ഏക വഴി. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ആ ഒരു സ്വപ്നത്തിൽ ആ സുരക്ഷിതമായിട്ടുള്ള അങ്കിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയായി വ്യാഖ്യാനിക്കുകയാണ്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക്, അതായത് ശത്രുക്കൾ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പുറത്തേക്ക് പോകാതെ മദീനക്കകത്ത് തന്നെ നമുക്ക് നിൽക്കാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച സജഷൻ.
അപ്പം അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയൊരു സൈന്യമായിട്ട് അവർ ആ മദീനക്കകത്തേക്ക് മദീനയുടെ തെരുവിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ആ തെരുവിൻ്റെ വ്യത്യസ്ത വഴികളിലും അതേപോലെ തന്നെ ഇടവഴികളിലായിട്ട് ആ സൈന്യം ഛിന്ന ഭിന്നാവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്പർ കൊണ്ട് യാതൊരു കാര്യമില്ലാതാകുകയാണ് മുസ്ലിങ്ങൾക്ക്. അതുമാത്രമല്ല ആ തെരുവിനെ കൃത്യമായിട്ട് മദീനയുടെ പട്ടണത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അവിടുത്തെ നിവാസികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് അവരെക്കാൾ കൃത്യമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റ് അവിടെ അരങ്ങേറുന്ന സന്ദർഭത്തിൽ അത് എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും. അത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി അവിടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ ആ യുദ്ധത്തിൽ അവരെ സഹായിക്കാൻ സാധിക്കും. കുട്ടികളെല്ലാം ആ വീടിൻ്റെ മച്ചിൽ അല്ലെങ്കിൽ റൂഫിൽ കയറി കല്ലെറിയാനും അതേപോലെ തന്നെ ചൂടുള്ള എന്തെങ്കിലും എറിഞ്ഞെല്ലാം ആ രൂപത്തിലെല്ലാം അതിൽ അവരെ സഹായിക്കാനും സാധിക്കും. അപ്പോൾ ആ രൂപത്തിലെല്ലാം മുസ്ലിങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കും. ആ രൂപത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു നിർദ്ദേശത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ചത്. അപ്പം അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ സദസ്സിൽ നിന്നും ആദ്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത് മുനാഫിക്കുകളുടെ റഈസുൽ മുനാഫിഖൂനായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ അയാളാണ് ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്നത്. അയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ സപ്പോർട്ട് ചെയ്യാണ്. റസൂലുള്ളാഹി പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും ശരിയാണ്, അതിന് 100% ഞാൻ ശരിവെക്കുകയാണ്. കാരണം ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഈ മദീനയിൽ ഞങ്ങൾ താമസിക്കുന്നുണ്ട്. പല രൂപത്തിലുള്ള യുദ്ധങ്ങളിലും ഞങ്ങൾ മുൻകാലത്ത് നിങ്ങളെല്ലാം ഹിജറ വരുന്നതിന് മുമ്പേ ഞങ്ങൾ പല യുദ്ധങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ മദീനയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരാൾക്കും മദീനക്കകത്ത് വന്ന് ഞങ്ങളെ കീഴടക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. ഞങ്ങൾ പുറത്തു പോയിട്ട് പലതവണ കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ പല ആളുകളും ഞങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിലും മദീനക്കകത്ത് ഇന്നേ വരെ മദീന ഒരാളും കീഴടക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ ഒരു നിർദ്ദേശത്തെ അയാൾ 100% അനുകൂലിക്കുകയാണ്. അയാൾ എന്തുകൊണ്ട് അനുകൂലിച്ചു എന്നുള്ളത് അല്ലാഹു ആലം. ഒരു പക്ഷേ ആ മദീനക്കകത്ത് നിന്നുകൊണ്ട് പോരാടുന്ന സന്ദർഭത്തിൽ അയാൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതെ രക്ഷപ്പെടാം എന്നുള്ളൊരു കാരണത്താലായിരിക്കാം. അതല്ലെങ്കിൽ ജെന്യൂനായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തതാകണം, അല്ലാഹു ആലം. കാരണം മുന്നോട്ടുള്ള ചരിത്രത്തിൽ അയാൾ ചെയ്യാൻ പോകുന്നതെല്ലാം നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് അതിനെ അനുകൂലിക്കുന്നു. അതോടൊപ്പം തന്നെ ആ സദസ്സിലുണ്ടായിരുന്ന സീനിയർ മുഹാജിറുകളും അൻസാറുകളിലും പെട്ട മുഴുവൻ ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനത്തെ അനുകൂലിക്കുകയാണ്. അതേ സന്ദർഭത്തിൽ ആ സദസ്സിലുണ്ടായ മറ്റൊരു വിഭാഗം സ്വഹാബികൾ, പ്രധാനമായിട്ട് യുവാക്കളുടെ ഒരു വിഭാഗം സ്വഹാബികൾ, അവർ ആ തീരുമാനത്തോട് യോജിച്ചില്ല. അവർ എഴുന്നേറ്റുന്നോണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞങ്ങൾ ഇത്രയും കാലമായിട്ട് കുന്നാ നതമന്ന ഹാദൽ യൗം വനദുല്ലാഹ ബിഹി, ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു വലിയ അവസരം നമ്മളെ തേടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഭീരുക്കളല്ലെന്ന് അവർ മനസ്സിലാക്കട്ടെ. നമ്മൾ ഭീരുത്വം കാരണം മദീനക്ക് അകത്തിരിക്കുകയാണെന്ന് അവർ ചിന്തിക്കേണ്ട. ധീരതയോടുകൂടെ നമുക്ക് മദീനക്ക് പുറത്തു പോയി യുദ്ധക്കളത്തിൽ പോയിട്ട് അവരെ നേരിടാം. അതാണ് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ച സ്വഹാബികൾ, അവരിൽ അധിക ആളുകളും യഥാർത്ഥത്തിൽ അവർക്ക് ബദറിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കാതിരുന്ന ആളുകളായിരുന്നു. നമുക്കറിയാം, ബദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് അവിടെയുള്ള ആളുകളായിട്ടൊരു യുദ്ധം പ്രതീക്ഷിച്ചല്ലായിരുന്നു പോയത്. അത് യുദ്ധത്തിലേക്ക് എത്തിച്ചേരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ബദറിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. അതിലുള്ള ഖേദം കാരണം നമുക്കറിയാം, ബദരീങ്ങളുടെ അവരുടെ പ്രാധാന്യവും അവരുടെ ശ്രേഷ്ഠതയും അതെല്ലാം പിന്നീട് സൂറത്തുൽ അൻഫാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളിലൂടെ എല്ലാം അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ആ പോരാടുന്നതിൻ്റെ ആ പ്രാധാന്യവും അതെല്ലാം അവർ മനസ്സിലാക്കിയ സന്ദർഭത്തിൽ അവർ കാലങ്ങളായിട്ടൊരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ച പല സ്വഹാബികളും യുവാക്കളുടെ ഒരു വിഭാഗം, പ്രധാനമായിട്ട് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രധാനപ്പെട്ട ചില സ്വഹാബികളായിരുന്നു അത് മുന്നോട്ട് വെച്ചത്. അവരെല്ലാം പിന്നീട് ഉഹുദിൽ ഷഹീദാകുന്നതാണ് മുന്നോട്ടുള്ള ചരിത്രത്തിൽ കാണാൻ സാധിക്കും. കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു അവർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു നിർദ്ദേശമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അവിടെ ചിന്തിച്ച് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീരുമാനം പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന സീനിയർ സ്വഹാബികളെല്ലാം അതിനെ അനുകൂലിച്ചു. പക്ഷേ ഈ ഒരു വിഭാഗം ആളുകൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു നിർദ്ദേശമായിട്ട് മുന്നോട്ട് വരാണ്. അവിടെ ലഭിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു പാഠം, പല സന്ദർഭത്തിൽ എക്കാലഘട്ടത്തിലും യുവത്വം എന്നുള്ളത് അത് ആ ചോരത്തിളപ്പിൻ്റെ കാലാണ്. പല സന്ദർഭത്തിൽ ആ വികാരത്തിൻ്റെ പുറത്ത് ഒരല്പം എടുത്തുചാട്ടം യുവതയിൽ എക്കാലഘട്ടത്തിൽ ദർശിക്കാൻ സാധിക്കും. അത് പരിശുദ്ധ ഖുർആൻ നന്മയുടെ ഭാഗത്തേക്കായാലും തിന്മയുടെ ഭാഗത്തേക്കായാലും സമാനമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ
ആ സമൂഹത്തിലുള്ള വലിയ തിന്മക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ബി റബ്ബിഹിം, ഒരു പറ്റം യുവാക്കളായിട്ടുള്ള ആളുകളാണ്. അതേ സന്ദർഭത്തിൽ നമുക്കറിയാം സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തെ അയച്ച സന്ദർഭത്തിലും അതിനെതിരെ അല്ലെങ്കിൽ ആ ഒരു വലിയ തിന്മക്കും ആ സമൂഹത്തിൽ മുന്നോട്ട് വരുന്നത് യുവാക്കളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നന്മയുടെ ഭാഗത്തേക്കായാലും തിന്മയുടെ ഭാഗത്തേക്കായാലും സദാസന്ദർഭത്തിലും മുന്നിലുണ്ടാവുക യുവാക്കളായിട്ടുള്ള ആളുകളാണ്. പക്ഷേ വേണ്ടത്ര തീരുമാനം എടുക്കുന്നിടത്ത് അത് പ്രായമുള്ള ആളുകൾക്ക് നമുക്കറിയാം അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ അവരുടെ ആ ഡിസിഷൻ അത് പല സന്ദർഭത്തിലും പ്രായമുള്ള ആളുകൾ അവരെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും ഒരല്പം കൂടെ പക്വതയുണ്ടാവും. യുവാക്കൾ പല സന്ദർഭത്തിലും ആ വികാരത്തിൻ്റെ പുറത്തുള്ള എടുത്തുചാട്ടം യുവതയിൽ സദാ പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഏതായിരുന്നാലും അവർ ആ പുതിയ തീരുമാനത്തെ മുന്നോട്ട് വെച്ചു. പ്രധാനമായിട്ട് യുവാക്കളുടെ ഒരു വിഭാഗമായിരുന്നു. എന്നിരുന്നാലും ഒറ്റപ്പെട്ട ചില പ്രായം ചെന്ന ആളുകൾ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഹംസ റളിയല്ലാഹു അൻഹു ധീരനായിട്ടുള്ളൊരു യോദ്ധാവാണ്. ഹംസ റളിയല്ലാഹു അൻഹു അവരോടൊപ്പം അതിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് വല്ലദി അൻസല അലൈക്കൽ കിതാബ്, താങ്കളെ ഗ്രന്ഥവുമായിട്ട് നിയോഗിച്ചവനാണ് സത്യം. ഇവർ പറയുന്നത് പോലെ നമുക്ക് മദീനക്ക് പുറത്തു പോയിട്ട് ആ ശത്രുക്കളെ ഏറ്റുമുട്ടാം. ആ രൂപത്തിൽ ആ ശത്രുക്കളെ മദീനക്ക് പുറത്തു പോയി ഏറ്റുമുട്ടുന്നത് വരെ ഇനി ഞാൻ ഭക്ഷണമൊന്നും കഴിക്കില്ല. ഈ രൂപത്തിൽ ആവേശം മുഴക്കുന്ന ചില വാക്കുകൾ ഹംസ റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ അവരോടൊപ്പം പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം കേട്ടുന്നത്. റസൂലുള്ളാഹി നേരത്തെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിനെ അനുകൂലിച്ച അബ്ദുല്ലാഹ് ബിൻ ഉബയ്യും അതേപോലെ തന്നെ ആ സീനിയർ സ്വഹാബികളെല്ലാം അവിടെയുണ്ട്. അപ്പോൾ ഈ പുതിയ അഭിപ്രായം ഉയർന്നു വന്ന സന്ദർഭത്തിൽ നേരത്തെ അതിനെ അനുകൂലിച്ച ആ സ്വഹാബികളെല്ലാം സമ്പൂർണ്ണ മൗനം അവലംബിച്ച് യാതൊന്നും പ്രതികരിക്കാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കുന്നത് ഈ പുതുതായിട്ട് ഉയർന്നു വന്ന ആ തീരുമാനത്തെ മൊത്തത്തിൽ ആ സദസ്സ് അംഗീകരിക്കുന്നുണ്ട്. അതാണ് ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം എന്നുള്ള ധാരണയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ആ നിർദ്ദേശം മാറ്റി ഈ പുതിയ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ സദസ്സിൽ നിന്നും തിരിച്ചു പോവാണ്. ഇപ്പോൾ സാന്ദർഭികമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം ചിന്തിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനം അവരോട് കൽപ്പിക്കുക വഴി അവരെല്ലാ അർത്ഥത്തിലും ഇത് കേൾക്കാൻ സന്നദ്ധരാണ്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അഭിപ്രായം തൻ്റെ തീരുമാനം അനുയായികൾക്ക് മീതെ അടിച്ചേൽപ്പിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായിട്ട് കൂടിയാലോചിക്കാൻ, ആ കൂടിയാലോചിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൻ്റെ ഭൂരിപക്ഷം തീരുമാനം മറ്റൊന്നാണെന്ന് അറിഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ തീരുമാനം മാറ്റി അതിനെ അനുകൂലിക്കാൻ. ഇത് ഇവിടെ മാത്രമല്ല, ബദറിലും നമ്മൾ സമാനമായിട്ട് കാണുന്നുണ്ട്. ബദറിലും റസൂലുള്ളാഹി യുദ്ധത്തിന് മുമ്പ് അനുയായികളുമായിട്ട് ചർച്ച ചെയ്യുന്നതും ആ സന്ദർഭത്തിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള സംസാരമെല്ലാം ആ സന്ദർഭത്തിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പം അവിടെയെല്ലാം മനോഹരമായിട്ടുള്ള മാതൃക വരും കാലങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേതാവ് എന്നുള്ള നിലക്ക് അണികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കുന്നതിനുള്ള ആ ഒരു മാതൃകയാണ്. തൻ്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അണികൾക്ക് പറയാനുള്ളത് കേൾക്കാനും അവർക്ക് ചെവി കൊടുക്കുന്ന ഒരു നേതാവിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നൽകുന്നത്. അപ്പം അവിടെയും ചേർത്ത് വായിക്കേണ്ട പരിശുദ്ധ ഖുർആനിൽ അംറുഹും ഷൂറ ബൈനഹും, കാര്യങ്ങൾ അവരുമായിട്ട് ശൂറ ചേർന്ന് നിങ്ങൾ കൂടിയാലോചിക്കുക. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാൻ, നമുക്കറിയാം പ്രധാനമായിട്ട് ഉഹദിൽ നമ്മൾ കവർ ചെയ്യുന്ന ആ സൂറത്ത്, അതിൻ്റെ 159-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നുണ്ട് വശാവിറുഹും ഫിൽ അംർ, നിങ്ങൾ കാര്യങ്ങൾ അവരുമായിട്ട്, അതായത് റസൂലുള്ളാഹിനോടുള്ള കൽപ്പനയാണ്, അവരുമായിട്ട് അതായത് അനുയായികളുമായിട്ട് വശാവിറുഹും നിങ്ങൾ കൂടിയാലോചിക്കുക, ശൂറ ചെയ്യുക. ആ ഒരു ആയത്തിനെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാവർത്തികമാക്കുന്നതാണ് ഈ ഒരു പ്രവൃത്തികളിലൂടെയെല്ലാം നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഒരു നേതാവ് എന്നുള്ള നിലക്ക് മനോഹരമായിട്ടുള്ളൊരു മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയെല്ലാം ആ പ്രവൃത്തിയുടെയെല്ലാം നമ്മളിലേക്ക് പങ്കുവെക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സദസ്സിൽ നിന്നും പോയി വെള്ളിയാഴ്ച ദിവസമാണ് ജുമുഅ നമസ്കാരത്തിനുള്ള സമയമായി. ജുമുഅ നമസ്കാരത്തിൽ ആ ഖുതുബയിൽ റസൂലുള്ളാഹി, തീർച്ചയായിട്ടും ആ ഖുതുബയിൽ റസൂലുള്ളാഹി അവരെ യുദ്ധത്തിലേക്ക്, ശത്രുവിനെതിരെ യുദ്ധക്കളത്തിൽ പോരാട്ടത്തിന് സജ്ജമാക്കുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങൾ, യുദ്ധക്കളത്തിൽ ധൈര്യവും സ്ഥൈര്യവും ക്ഷമയും അവലംബിക്കുക അതിൻ്റെ പ്രാധാന്യം എല്ലാം ഉണർത്തിക്കൊണ്ടുള്ള ഒരു ഖുതുബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. അതിനുശേഷം ജുമുഅ നമസ്കാരാനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയി. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി റസൂലുള്ളാഹി വീട്ടിലേക്ക് പോയി. ആ സന്ദർഭത്തിൽ മറുവശത്ത് നേരത്തെ ആ ചർച്ചയിൽ പങ്കെടുത്ത സ്വഹാബികൾ, അവരെല്ലാം ആ സീനിയർ സ്വഹാബികൾ മറ്റുള്ള ആളുകൾ, അതായത് യുവാക്കളായിട്ടുള്ള പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ച അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആ ചെയ്തത് ശരിയായോ? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓൾറെഡി ഒരു തീരുമാനം പറഞ്ഞതല്ലേ, അതിന് മീതെ നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞ് പിന്നീട്
നിങ്ങളുടെ ആ നിർബന്ധം കാരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനം മാറ്റേണ്ടി വന്നത്. അത് നിങ്ങൾ ചെയ്തത് ശരിയാണോ? ആ രൂപത്തിൽ അവരെ തിരിച്ചാണ്. അപ്പോൾ അവർക്കും തോന്നുകയാണ് ശരിയാണല്ലോ, ഞങ്ങൾ ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു ബോധം അവർക്ക് വരികയാണ്. നേരത്തെ പറഞ്ഞ ഒരു അല്പം എടുത്തുചാട്ടം. അപ്പം അവിടെ സാന്ദർഭികമായിട്ട് നമുക്ക് ലഭിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഈ സീനിയർ സ്വഹാബികൾ അവിടെ ആ സദസ്സിൽ വെച്ച് അവർ തിരുത്തുന്നില്ല, അവിടെ അവർ മൗനം അവലംബിക്കുകയാണ്. അവർക്ക് ഇതിനോട് യോജിപ്പുണ്ടായിട്ടില്ല. അവരവിടെ മൗനം അവലംബിച്ച് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിന് ശേഷം അവരെ പ്രൈവറ്റായിട്ട് അവരെ വിളിച്ച് തിരുത്തുകയാണ്. അതിലുള്ള മനോഹരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് നമുക്കറിയാം റസൂലുള്ളാഹിക്ക് അവർ നൽകിയ ആദരവാണത് കാണിച്ചു തരുന്നത്. നേതാവായിട്ടുള്ള റസൂലുള്ളാഹി, അത് വെറും നേതാവല്ല, ലോകം കണ്ട ഏറ്റവും നല്ല നേതാവായിട്ടുള്ള ആ റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വെച്ച് അവർ സദസ്സിൽ 2 ഗ്രൂപ്പായിട്ട് തമ്മിൽ തർക്കിക്കുന്നത് അത് റസൂലുള്ളാഹിനോടുള്ള അദബുകേടാണ്. അതുകൊണ്ട് തന്നെ അവർ ആ സന്ദർഭത്തിൽ അവിടെ മൗനം അവലംബിച്ചു. അതിനുശേഷം അത് മാത്രമല്ല, അവിടെ വെച്ച് തിരുത്തുകയാണെങ്കിൽ ആ സദസ്സിലുള്ള ഓരോ സ്വഹാബികളും ഓരോ ആളുകളും റസൂലുള്ളാഹിൻ്റെ ആ പ്രീതിയും ഇഷ്ടവും പിടിച്ചു പറ്റാൻ വേണ്ടി മത്സരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ അത്രയേറെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അത്രയേറെ പ്രീതി പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവിൻ്റെ മുന്നിൽ വെച്ച് തിരുത്തുന്ന സന്ദർഭത്തിൽ അത് അത്രത്തോളം വലിയ നെഗറ്റീവ് ഫലമാണ് ഉണ്ടാക്കുക. അതൊരാൾ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതെല്ലാം മനസ്സിലാക്കിയിട്ട് ആ സീനിയർ സ്വഹാബികൾ ആ സദസ്സിൽ അവർ മൗനം അവലംബിച്ചു. അതിനുശേഷം റസൂലുള്ളാഹി പോയതിന് ശേഷം ഇവരെ പ്രൈവറ്റായിട്ട് വിളിച്ച് തിരുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായിട്ടുള്ള മാതൃകയാണ്. ഒന്ന് അവർ റസൂലുള്ളാഹിക്ക് നൽകിയ അദബ്, അതേപോലെ തന്നെ അവർ എത്രത്തോളമാണ് മറ്റുള്ള ആളുകൾ എത്രത്തോളം അവർ പരിഗണിച്ചു എന്നുള്ള ആ 2 കാര്യത്തിനുള്ള വലിയ മാതൃകയാണ് ഇതിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് അവർ റസൂലുള്ളാഹിനോട് തന്നെ പോയി പറയാൻ വേണ്ടി അവർ തീരുമാനിക്കണം. പക്ഷേ ആര് പോയി പറയും? അവരുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഹംസ റളിയല്ലാഹു അൻഹുവാണ്. കാരണം ഹംസ റളിയല്ലാഹു അൻഹു അവരെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ റസൂലുള്ളാഹിൻ്റെ അടുത്ത ബന്ധമാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉടനെ തന്നെ റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാണ്. അതായത് ഞങ്ങൾക്ക് തീരുമാനം, നിങ്ങളുടെ തീരുമാനം തന്നെയാണ് ഞങ്ങളുടേതും, അതെ ഞങ്ങൾക്ക് വേണ്ടി മാറ്റേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടി ഹംസ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് പറഞ്ഞേക്കാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി യുദ്ധത്തിന് വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ പടച്ചട്ടയെല്ലാം ധരിച്ചിട്ടുണ്ട്, വാളെല്ലാം ഉറയിലിട്ടിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എന്ത് പറ്റി? ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാഹി, ഞങ്ങൾ ഈ രൂപത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ മീതെ. ഏതായാലും ഞങ്ങൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നില്ല. ഇൻ അഹ്ബബ്ത അൻ തംകുസ് ബിൽ മദീന ഫഫ്അൽ, നിങ്ങൾ മദീനയിൽ തന്നെ തങ്ങണമെന്നാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ രൂപത്തിൽ ചെയ്യാം. ഞങ്ങൾക്ക് വേണ്ടി ആ തീരുമാനം മാറ്റേണ്ടതില്ല, ഞങ്ങൾക്കതിന് പൂർണ്ണ സമ്മതമാണ്. നിങ്ങളെന്താണോ പറയുന്നത് ആ രൂപത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കാമെന്ന് ആ സന്ദർഭത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയാണ്. അത് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വാക്കുകൾ അത് ഹദീസിൽ തന്നെ കാണാൻ ഇമാം അഹ്മദും അതേപോലെ തന്നെ നസാഇ എല്ലാം ഉദ്ധരിക്കുന്നൊരു സ്വഹീഹായിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, മാ യംബഗി ലിനബിയ്യിൻ, അതായത് ഒരു പ്രവാചകന് ചേർന്നതല്ല, അല്ലെങ്കിൽ ഒരു പ്രവാചകന് ചേർന്ന പണിയല്ല. ഒരു അങ്കി ധരിച്ചതിന് ശേഷം, പടച്ചട്ട അണിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ആയുധധാരി ആയതിനു ശേഷം പിന്നീട് ശത്രുക്കളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിധി ഉണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ ഏറ്റുമുട്ടാതെ ആ ധരിച്ച പടച്ചട്ട അടിച്ചു വെക്കുന്നത് ഒരു പ്രവാചകന് ഭൂഷണമല്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർഭത്തിൽ പറഞ്ഞ മറുപടി. അതുമാത്രമല്ല, ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം ഉദ്ധരണികൾ കാണാൻ സാധിക്കുന്നത്, അന്നത്തെ ദിവസം പതിവിന് വിപരീതമായി റസൂലുള്ളാഹി 2 പടയങ്കി ധരിച്ചുകൊണ്ടായിരുന്നു ആ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയത് എന്നുള്ളതാണ്. അങ്ങനെ റസൂലുള്ളാഹി ആ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി റസൂലുള്ളാഹി പുറത്തേക്ക് വരാണ്. അവിടെ നമ്മൾ പോസ് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള ചില പാഠങ്ങൾ. ഒന്നാമതായി റസൂലുള്ളാഹി പറഞ്ഞ ആ മറുപടി, ഹംസ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി നൽകിയ മറുപടി, ഒരു പ്രവാചകൻ ആ പടച്ചട്ട അണിഞ്ഞതിന് ശേഷം പിന്നീട് അടിച്ചു വെക്കുന്നത് ഒരു പ്രവാചകന് ചേർന്നതല്ല എന്നുള്ളതാണ്. അതായത് അവിടെ റസൂലുള്ളാഹി നൽകുന്ന മനോഹരമായിട്ടുള്ള പാഠം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം എടുക്കുന്നത് എങ്ങനെയെന്ന് റസൂലുള്ളാഹി തൊട്ടു മുമ്പ് നമുക്ക് മാതൃക കാണിച്ചു തന്നു. അതിനു വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി അവരുമായിട്ട് കൂടി ആലോചിച്ചത്. ഷൂറ, അതായത് ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ ആദ്യഘട്ടം എന്നുള്ളത് ഇസ്തിഷാറയാണ്, അതായത് കൂടി ആലോചിക്കുക. അത് ഏത് വിഷയത്തിലായാലും, നമ്മുടെ ഭൗതിക വിഷയത്തിലാണെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം ആ വിഷയത്തിൽ കൂടുതൽ അറിവുള്ള ആളുകൾ, പരിശുദ്ധ ഖുർആനിൽ നിർദ്ദേശിച്ചതുപോലെ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, ആ വിഷയത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കൂടി ആലോചിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ അനുഭവ സമ്പത്തുള്ള ആളുകളുമായിട്ട് നന്നായി കൂടി ആലോചിച്ച് പഠിച്ചതിന് ശേഷമാകണം ഒരു വിഷയത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. ആ രൂപത്തിലെല്ലാം നന്നായി പഠിച്ചതിന് ശേഷവും
എന്നിട്ടും ഒരു തീരുമാനം എടുക്കുക, ഒരു എസ്തോർണോയിലും നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവിടെ രണ്ടാമത് വീണ്ടും റസൂലുള്ള നിർദ്ദേശിച്ചു. രണ്ടാമത്തെ ഘടകം ഇസ്തിഖാറയാണ്. അതായത് ഖൈറിനെ തേടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുക. നമുക്കറിയാം റസൂലുള്ള സുന്നത്തിൽ ആ ഇസ്തിഖാറയുടെ നമസ്കാരവും പ്രാർത്ഥനയെല്ലാം റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി പിന്നീട് നമ്മുടെ മനസ്സ് എങ്ങോട്ടാണോ ചായുന്നത് അതിലേക്ക് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനം എടുത്തതിന് ശേഷം പിന്നീട് മുന്നോട്ട് മാത്രമാണ്. അത് ഖൈറായാലും ഷെറായാലും രണ്ടായാലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ആ രൂപത്തിലാണ് ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ട സമീപനം. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ തുടർച്ച നമ്മൾ ചേർത്ത് വായിക്കുകയാണ്. സൂറത്ത് ആലിമ്രാൻ്റെ 159 വചനത്തിൽ വശാവിർഹും ഫിൽ അംർ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അവരുമായിട്ട് നീ കൂടി ആലോചിക്കുക. അതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല തുടരാണ് ഫഇദാ അസംത വതവക്കൽ അലല്ലാഹ്. നിങ്ങൾ ആ രൂപത്തിൽ ഒരു തീരുമാനം എടുത്താൽ ആ എടുത്തതിന് ശേഷം വതവക്കൽ അലല്ലാഹ്, പിന്നീട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസിയുടെ സമീപനം. അതായത് ഒരു കാര്യത്തിൽ ആദ്യം ഇസ്തിശാര, രണ്ടാമത് ഇസ്തിഖാറ, ഈ രൂപത്തിലെല്ലാം നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ള. അതല്ലാതെ നമ്മൾ പറയാറുള്ളത് പോലെ രണ്ട് തോണിയിൽ കാലിടുന്നത് പോലെയുള്ളൊരു സമീപനം അതൊരിക്കലും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവില്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ള. ആയത്തിൻ്റെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനം എടുക്കുന്ന ആളുകളെ ഞാൻ ഇഷ്ടപ്പെടുമെന്നല്ല പറയുന്നത്, മറിച്ച് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് വരാനിരിക്കുന്ന ആ ചരിത്രം നമുക്ക് അത് വെച്ചൊന്ന് നമ്മൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ചിന്തിച്ച് നോക്കുക. അതായത് ഉഹുദിൽ വലിയൊരു വീഴ്ച വന്നു. പക്ഷേ ആ വീഴ്ച വന്നതിന് ശേഷം ഉഹുദിൻ്റെ അനന്തരം സ്വഹാബികൾ ഒരാളും തന്നെ ഈ വിഭാഗത്തെ കുറ്റപ്പെടുത്തിയതായിട്ട് സംസാരിച്ചത് എവിടെയും കാണാൻ സാധ്യമല്ല. കാരണം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിലെന്ത് വന്നാലും നമ്മൾ അന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ രൂപത്തിലാകുമായി, ആ രൂപത്തിൽ വിശ്വാസികൾ സംസാരിക്കാൻ തന്നെ പാടില്ല എന്നല്ല. അവിടെയും ചേർത്ത് വായിക്കേണ്ട മനോഹരമായിട്ടുള്ളൊരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും എങ്കിൽ എന്നുള്ള ആ ഒരു പദം തന്നെ പറയാൻ പാടില്ല എന്നുള്ള. ഇന്ന അസ്വാബക ഷൈഅൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ ലകാന കദാ വകദാ. അതായത് ഞാൻ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആ രൂപത്തിൽ വിശ്വാസികൾ സംസാരിക്കാൻ തന്നെ പാടില്ല റസൂലുള്ളാഹി പറഞ്ഞു. കാരണം അത് പിശാചിനുള്ള പിശാചിന് വസ്വാസിനുള്ള ഡോറ് തുറന്നു കൊടുക്കും എന്നുള്ള. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പകരം പറയേണ്ടത് ഖദ്ദർ അല്ലാഹു വമാ ശാഅ ഫഅൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് പ്രകാരം സംഭവിക്കുന്നു എന്നുള്ള. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം. ചേർത്ത് വായിക്കേണ്ട മനോഹരമായിട്ടുള്ളൊരു ആയത്ത് സൂറത്തുൽ ഹദീദിൻ്റെ 22 വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഭൂമിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്തോ എന്തെങ്കിലും ഒരു വിപത്ത്, എന്തെങ്കിലും ഒരു ആപത്ത് നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രേഖയിൽ ഓൾറെഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രകാരമാണ് സംഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ പ്രകാരമാണ് എല്ലാം സംഭവിക്കുന്നത്. അതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തരാനുള്ള കാരണം അടുത്ത ആയത്തിൽ 23 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ കൂടുതൽ ദുഃഖിക്കാതിരിക്കാൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ മറുവശത്ത് എന്തെങ്കിലും ഒരു കാര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് അതിൻ്റെ പേരിൽ സന്തോഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിരുന്നത്. സുബ്ഹാനല്ലാഹ്, മനോഹരമായിട്ടുള്ളൊരു ബാലൻസാണ് അവിടെ കാണുന്നത്. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച മറ്റൊരു ഹദീസും റസൂലുള്ളാഹി പറയുന്നുണ്ട്, അജബൻ ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണ്. ഇന്ന അംറുഹു കുല്ലുഹു ലഹു ഖൈർ, അവനെല്ലാം ഖൈറാണ്. കാരണം എന്തെങ്കിലും ഒരു കാര്യം, അവനെന്തെങ്കിലും ഒരു വിപത്ത് ബാധിച്ചാൽ അവൻ ക്ഷമിക്കും, അതിനവന് പ്രതിഫലം. അതേ സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിച്ചാൽ അതിനവൻ നന്ദിയുള്ളതാകും, അവൻ അതിനും പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. അപ്പം മനോഹരമായിട്ടുള്ള ആ ഒരു ബാലൻസാണ് ഇവിടെ കാണുന്നത്. അതുതന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു മാതൃകയിലൂടെ റസൂലുള്ളാഹി നമ്മളിലേക്ക് പങ്കുവെക്കുന്നതും. അതേപോലെ റസൂലുള്ളാഹി നൽകിയ ആ മറുപടിയിലുള്ള മറ്റൊരു പാഠം, അതായത് പടയെങ്കി ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് അഴിച്ചു വെക്കാൻ പാടില്ല, ഒരു പ്രവാചകൻ അഴിച്ചു വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു തീരുമാനം എടുത്ത് പിന്നീട് ആ തീരുമാനത്തിൽ ഇളകിക്കളിക്കുന്നത്, ആ രൂപത്തിൽ അതിനെ പിന്നീട് ഭീരുത്വമായിട്ട് അല്ലെങ്കിൽ തീരുമാനത്തിന് സ്ഥിരതയില്ലാത്തതായിട്ടെല്ലാം പിന്നീട് വ്യാഖ്യാനിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാചകൻ എന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക് മാതൃകയാകേണ്ട ആളുകളാണ്. അപ്പോൾ അവർ ഈ രൂപത്തിൽ അടിയുറച്ച തീരുമാനമായിരിക്കണം അവരെടുക്കേണ്ടത്. അതൊന്ന്. രണ്ടാമതായിട്ട് നമുക്കറിയാം, നമ്മുടെ ശരീഅത്തിൽ ചില നിയമങ്ങൾ, റസൂലുള്ളാഹിക്ക് മാത്രമായിട്ട് ചില നിയമങ്ങൾ ശരീഅത്തിലുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ റസൂലുള്ളാഹി 3 ദിവസം തുടർച്ചയായിട്ട് നോമ്പനുഷ്ഠിച്ചിരുന്നു. അത് സ്വഹാബികളൊക്കെ ആർക്കും ചെയ്യാൻ കഴിയാത്ത വിധം.
റസൂലുള്ളാഹിക്ക് മാത്രമായിട്ട് 3 ദിവസം തുടർച്ചയായിട്ട് റസൂലുള്ള നോമ്പനുഷ്ഠിച്ചിരുന്നു. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നമസ്കാരം റസൂലുള്ളാഹിക്ക് നിർബന്ധമായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ്. സൂറത്ത് മുസമ്മിലിന്റെ ആരംഭത്തിൽ 3-ാമത്തെ വചനത്തിൽ ഖുമില്ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ പ്രത്യേകമായിട്ട് റസൂലുള്ളാഹിക്ക് ചില നിയമങ്ങൾ അതിലൊന്നായിരിക്കണം അല്ലാഹു അലൈഹി രൂപത്തിൽ പടയെങ്കിൽ ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഊരി വെക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം പറയാതെ വയ്യ. വ്യക്തിപരമായിട്ട് ഉഹദിൻ്റെ ചരിത്രം പഠിച്ച സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ 2 ഘടകങ്ങൾ. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള നേതാവ്, റസൂലുള്ളാഹി എന്നുള്ള ഒരു ലീഡർ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സൈനിക നായകൻ. ഈ 2 എലമെൻറ്റ്സ് അത് മാത്രം നിങ്ങൾ ഊരിയെടുത്തിട്ട് ഉഹദിൻ്റെ ചരിത്രം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ മാതൃകയാണ് ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന മാതൃകകൾ. ഇന്ന് നിരവധി ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട നിരവധി മോട്ടിവേഷൻ, ഇതേ രൂപത്തിലുള്ള നിരവധി പ്രബന്ധങ്ങളും അതേപോലെ തന്നെ ആ മേഖലയിലുള്ള നിരവധി പഠനങ്ങളും ഗ്രന്ഥങ്ങളെല്ലാം കാണാൻ സാധിക്കും. സത്യത്തിൽ അതെല്ലാം ശ്രദ്ധിക്കുന്ന സന്ദർഭത്തിൽ പലതും അത്തരത്തിൽ ഒരു ഗ്രന്ഥത്തിൽ അവർ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ അരമണിക്കൂർ എടുത്തെല്ലാം അവർ വിശദീകരിക്കുന്നത് പല സന്ദർഭത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കും. അത് ഒരു ഹദീസിൻ്റെ ഒരു ഭാഗം, ഒരു കഷ്ണോ അതല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ സീറയിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഘടകത്തെ ആയിരിക്കും അവർ നീട്ടിവലിച്ച് ഒരു സെക്കുലർ ഭാഷയിൽ നിരവധി കഥകളെല്ലാം ചേർത്ത് അവർ വിശദീകരിക്കുന്നത്. അതല്ല, യഥാർത്ഥമായിട്ട് ആ ഉസ്വത്തുൻ ഹസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ലീഡർഷിപ്പ്, അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എല്ലാം യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ കണ്ടു. ആ ലീഡർഷിപ്പും ഡിസിഷൻ മേക്കിങ്ങും തമ്മിലുള്ള ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാര്യത്തിൽ എത്ര വലിയ മാതൃകയാണ് അക്കാലഘട്ടത്തിൽ റസൂൽ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം, ഉഹദ് ഇതുവരെയുള്ള ചരിത്രം മാത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ആ വാർത്ത അത്രയും വലിയ ഒരു വാർത്ത വന്ന സന്ദർഭത്തിൽ എത്ര മനോഹരമായിട്ടാണ് റസൂലുള്ളാഹി അത് ഡീൽ ചെയ്യുന്നത്. അത് രഹസ്യമായിട്ട് അത് സൂക്ഷിക്കുന്ന ആ ഒരു രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അത് ലീഡർഷിപ്പിൽ എത്രത്തോളം ബന്ധമുള്ളതാണ്. അതേപോലെ തന്നെ ആവശ്യമുള്ള ആളുകളിലേക്ക് മാത്രം ആ സീക്രസി ആദ്യം അത് പങ്കുവെക്കുന്നു. അത് പിന്നീട് അത് സമയം കൃത്യസമയം ആകുന്ന സന്ദർഭത്തിൽ അണികളിലേക്ക് വെക്കുന്നു. അണികൾക്കിടയിലേക്ക് അത് ചർച്ചക്കിട്ട് അണികളുടെ അഭിപ്രായം പരിഗണിക്കുന്നു. അതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുന്നു. ആ എടുത്ത ഡിസിഷനിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള മനോഹരമായിട്ടുള്ള നിരവധി മാതൃകകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസ് എ ലീഡർ റസൂലുള്ളാഹി മുന്നോട്ട് വെക്കുന്നത്. അത് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ജനതക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മാതൃകയാണ്. ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഇനി അവസാനമായിട്ട് റസൂലുള്ളാഹി അന്നത്തെ ദിവസം പതിവിന് വിപരീതമായിട്ട് 2 പടയെങ്കിൽ ധരിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങിയതെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ചിന്തിച്ചു നോക്കുക. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ സംരക്ഷിക്കും. അത് റസൂലുള്ളാഹിക്ക് അറിയാം. പരിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു യഅസിമുക മിനന്നാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാഗ്ദാനമാണ്. ഒരു എപ്പിസോഡ് മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഗസ്വത്തു ദി അംർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൃക്ഷത്തിന് ചുവടെ ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു ശത്രു വന്ന് റസൂലുള്ളാഹിൻ്റെ വാളെടുത്ത് യാ മുഹമ്മദ് മൻ യംനഉക മിന്നി ആ രൂപത്തിൽ ചോദിക്കുന്നതായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ സംരക്ഷിച്ചതെല്ലാം നമ്മൾ പറഞ്ഞു. പക്ഷേ അതെല്ലാം ആയിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുന്ന ആ ഒരു മുൻകരുതലുകൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയുന്ന രൂപത്തിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിക്വേഷനുകൾ എടുക്കുന്നതാണ് ആ സീറയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഹിജറയുടെ സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. എന്നിട്ടും അതിരഹസ്യമായിട്ട് രാത്രിയാണ് റസൂലുള്ളാഹി ഇറങ്ങുന്നത് സൗർ ഗുഹയിൽ. ഇതെല്ലാം നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. കാരണം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെങ്കിലും നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ബാക്കിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഭരമേൽപ്പിക്കേണ്ടത്. മനോഹരമായിട്ടുള്ള പാഠം ഇഖ്ഇൽഹാ വ തവക്കൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഒരു മൃഗത്തെ നിങ്ങൾ കെട്ടിയിടുക, അതിനുശേഷം ഭരമേൽപ്പിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിർദ്ദേശിക്കുന്നുണ്ട്. സൂറത്തു നിസാഇൻ്റെ 71-ാമത്തെ വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ഖുദൂ ഹിദ്റക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഓ വിശ്വാസികളെ, നിങ്ങളുടെ ഹിദ്റ, നിങ്ങൾ ടേക്ക് യുവർ പ്രിക്കോഷൻ, നിങ്ങളുടെ ഭാഗം, നിങ്ങൾ മുൻകരുതലുകൾ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. അത് നമ്മളെ പ്രത്യേകിച്ച് സമകാലിക ലോകത്ത് നമ്മൾ ആ രൂപത്തിലുള്ള ഒരു ക്രൈസിസിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൊറോണയുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം നിരവധി മുൻകരുതലുകൾ, ജാഗ്രത കൈക്കൊള്ളാനും അതേപോലെ തന്നെ നമ്മോട് മാസ്ക് ധരിക്കാൻ ഇതേ രൂപത്തിലുള്ള പല നിർദ്ദേശങ്ങൾ അവർ നൽകുന്നുണ്ട്. നമ്മൾ കഴിയുന്ന പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. അതിന് ശേഷവും നമുക്ക് അതേ രൂപത്തിലുള്ള എന്തെങ്കിലും അപകടം വരുന്നുണ്ടെങ്കിൽ വതവക്കൽ അലല്ലാഹ്, നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വിഷയത്തിലും റസൂലുള്ളാഹി മാതൃക കാണിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിനുള്ള വസ്ത്രമെല്ലാം അണിഞ്ഞ് റസൂലുള്ളാഹി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഉദ്ധരണികൾ കാണാൻ സാധിക്കുന്നത്
വെള്ളിയാഴ്ച അവർ അസർ നമസ്കരിച്ചു. ചില ഉദ്ധരണികൾ പ്രകാരം അസറിന് തൊട്ടു മുമ്പായിട്ട് അവർ മദീനയിൽ നിന്നും ആ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങാൻ. അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ ഒരുക്കുന്നുണ്ട്. ആ സൈന്യത്തെ ഏത് രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറേഞ്ച് ചെയ്തത്? എന്തുകൊണ്ടാണ് ഉഹുദ് റസൂലുള്ള തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഏത് വഴിയാണ് റസൂലുള്ള ഉഹുദിലേക്ക് പോയത്? മനോഹരമായിട്ടുള്ള മുന്നോട്ടുള്ള ചരിത്രം ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിൻ്റെ ജീവചരിത്രം കഴിയുന്നത്ര ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്താനും നാളെ റസൂലുള്ളാഹിനോടും അനുയായികളോടൊപ്പം ആ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.